ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൂട്ടർ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതില് നിങ്ങൾക്ക് ക്ലിയർ അല്ല അല്ലേ? നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ക്ലിയർ ആണ്. ഒറ്റ സെക്കൻഡ്, ഇവിടെ സൗണ്ട് കുറവാന്ന് തോന്നുന്നു. ഒറ്റ സെക്കൻഡ്, സൗണ്ട്. ഓക്കെ, ഹലോ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ, ഗുഡ്. ഓക്കെ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നിപ്പോ റൂട്ടർ ബേസിക്സ് നമ്മൾ കമാൻഡ് ലെവലിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് റൂട്ടർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്, ഒരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ് റൂട്ടർ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് വരുന്ന ഇന്റേണൽ ആയിട്ട് നമ്മൾ ഒരു റൂട്ടർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? കുറച്ച് ഫിക്സഡ് മൊഡ്യൂൾസ് ഉണ്ടാകും. ഓക്കെ, കുറച്ച് എന്താ പറയാ, കുറച്ച് മോഡ്യൂലർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസ് ഉണ്ടാകും. അപ്പം മിക്കവാറും ഒരു റൂട്ടറിനകത്ത് 2 എതർനെറ്റ് പോർട്ടുകൾ ഇൻബിൽഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാൻ ബുക്ക് എടുക്കട്ടെ. ഓക്കെ, അപ്പം ഒരു റൂട്ടറിനകത്ത് 2 എതർനെറ്റ് പോർട്ടുകൾ, ഇപ്പം വരുന്ന റൂട്ടറിനകത്തൊക്കെ ജിഗാബിറ്റ് പോർട്ടുകൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ആ പോർട്ടുകളിൽ നമ്മൾക്ക് ഒന്നുകിൽ നമുക്ക് 2 ലാൻ കണക്ഷൻ കൊടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ വാൻ കണക്ഷൻ, ഒന്നിനകത്ത് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നിനകത്ത് നമുക്ക് വേണമെങ്കിൽ വാൻ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് എന്ത് പർപ്പസിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മൊഡ്യൂളിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ സ്ലോട്ടിനകത്ത് നമുക്ക് മൊഡ്യൂൾസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പല പല സീരീസ് ഓഫ് റൂട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഏത് സീരീസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്റേണൽ ആയിട്ട് ഉണ്ടാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് iOS ആണ്. ഒറ്റ സെക്കൻഡേ, ഈ iOS ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ മൊഡ്യൂൾസും കാര്യങ്ങളും സീരീസും കാര്യങ്ങളൊക്കെ നമ്മൾ വെബ്സൈറ്റ് വഴി നോക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നമ്മൾ പറയുന്നത് വെച്ചാൽ റൂട്ടറിന്റെ ബൂട്ടിംഗ് പ്രോസസ്സാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആ ബൂട്ടിംഗ് പ്രോസസ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഇവിടെ ഞാൻ റൂട്ടറിനകത്ത് നിങ്ങളിപ്പം വാട്സപ്പിൽ എല്ലാവരും ഈ ഗ്രൂപ്പ് എല്ലാവരും വാട്സപ്പിലില്ലേ? അപ്പൊ നിങ്ങൾ വാട്സപ്പിനകത്തേക്ക് ഞാനിപ്പോൾ ഇവിടുത്തെ കണക്ഷൻ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. പിക്ചറായിട്ട് ഞാൻ ഓക്കെ, ഇപ്പൊ വാട്സപ്പിലേക്ക് ഞാൻ 2 പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാനൊരു റൂട്ടർ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ റൂട്ടറിന് പവർ ഒക്കെ കൊടുത്ത് ആ റൂട്ടർ അപ്പാക്കി അതിന്റെ കൺസോൾ പോർട്ടിൽ ഒരു നീല കേബിൾ കണ്ടില്ലേ നിങ്ങൾ? അത് കൺസോൾ പോർട്ടിൽ നിന്ന് നേരെ എൻ്റെ ലാപ്ടോപ്പിന്റെ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചു തന്നെ കേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ പുട്ടി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, പുട്ടി ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അധികം ആൾക്കാർ അതാണ് നമുക്ക് യൂസ് ചെയ്യാം. മിക്കവാറും ലൈവിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പുട്ടിയാണ്. പിന്നെ സെക്യൂർ CRT ഉണ്ട്, പിന്നെ അതുകൂടാതെ ഹൈപ്പർ ടെർമിനൽ ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് നമുക്ക് എന്തുണ്ട്, റൂട്ടറിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതിനകത്ത് SSH വഴി കയറാം, സീരിയൽ വഴി കയറാം, ടെൽനെറ്റ് വഴി കയറാം, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സീരിയലാണ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സീരിയൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് നമ്മളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളൊക്കെ ആണെങ്കിൽ COM 1 ആയിട്ടാണ് വരിക. പക്ഷെ ലാപ്ടോപ്പിനകത്ത് നമ്മൾ ഇത് ഡ്രൈവർ, അതായത് USB to COM ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് COM 3 4 ഒക്കെ ആയിട്ടാണ് വരിക. അപ്പൊ ഞാൻ ഇപ്പോൾ 4 കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. നമുക്ക് റൂട്ടർ കിട്ടുന്നുണ്ടോ നോക്കാം.
ഓക്കെ, ഇപ്പോൾ റൂട്ടർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ COM4 എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മൈ കമ്പ്യൂട്ടറിന്റെ പ്രോപ്പർട്ടി, ഇപ്പൊ നിങ്ങളും വീട്ടിൽ നിന്ന് ഇപ്പം റിയൽ ഡിവൈസ് ഉള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ജസ്റ്റ് അതിന്റെ മാനേജിൽ പോവുക. ഓക്കെ, ഷോ മോർ ഓപ്ഷൻസ് കൊടുത്തിട്ട് മൈ കമ്പ്യൂട്ടറിന്റെ മാനേജിൽ പോയി കഴിഞ്ഞാൽ വിൻഡോസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. മാനേജിൽ പോയിട്ട് നമ്മുടെ ഡിവൈസ് മാനേജർ എടുക്കുക. ഇപ്പൊ ഡിവൈസ് മാനേജർ എടുത്തിട്ട് ഇതിന്റെ പോർട്സ് കണ്ടോ, ഹോം പോർട്ടിന്റെ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടോ, പ്രൊഫിലിക് PL2300. ഇത് നമ്മളുടെ ഞാൻ വാങ്ങിച്ച USB to കോമിന്റെ ഡ്രൈവറാണ്. അപ്പം അത് എടുത്തിട്ട് വന്നിരിക്കുന്നത് ഏതിലാണ്? COM4ലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? COM4ലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പുട്ടിക്കകത്ത് എന്ത് ചെയ്യണം? COM4 കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് റൂട്ടർ കിട്ടുക. ഇത് COM4ന് പകരം നിങ്ങൾ 2ഓ 1 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പോകുന്നില്ല? നമുക്കിത് കിട്ടാൻ പോകുന്നില്ല. അത് ഒന്നുകൂടെ കാണിക്കാവോ? അതെ, ഓക്കെ. അതായത് ഇതാ മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് മാനേജ് എടുക്കുക. മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് എഴുതിയിട്ട് മാനേജ് എടുക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ മാനേജ്മെന്റ് കിട്ടും. എന്നിട്ട് അതിനകത്ത് ഡിവൈസ് മാനേജർ എടുക്കുക. ഈ ഡിവൈസ് മാനേജറിനകത്ത് പോയിട്ട് പോർട്സ് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്ത് വരും. സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ എന്തിനാ ഡ്രൈവർ എന്തിനാ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി കേട്ടോ? അല്ല, ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് Windows 11 ഒക്കെ ആണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവർ വരാറുണ്ട്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് Windows 10 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ കൂടെ നമുക്കൊരു ചെറിയ CD കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കമ്പനീന്റെ പേര് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഈ കൺസോൾ കേബിളിന്റെ കൂടെ വരുന്നുണ്ട്. അതെ, കൺസോൾ കേബിളിന്റെ കൂടെ വരും. ഇപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി സംഭവം വാങ്ങിച്ചതാണ്. ഒരു ബാഫോ എന്ന് പറയുന്ന ഒരു ഇതിന്റെ USB to COM കൺവേർട്ടർ മേടിച്ചതാണ്. പക്ഷെ ഇതിന് പകരം സിസ്കോന്റെ ഒക്കെ വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Windows XP തന്നെ നമ്മൾ അതായത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ നീല കേബിൾ കണ്ടോ? സ്ക്രീന് കാണുന്നില്ല നിങ്ങളിപ്പോ? കാണുന്നുണ്ട്. അതെ, അപ്പൊ ഇത് സിസ്കോന്റെ സാധനം തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരു 500 റുപ്പീസ്, ഒരു 1000 റുപ്പീസിനൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഭാഗം RJ45, ഒരു ഭാഗം USB ആയിരിക്കും. അപ്പൊ ഈ USB-ന്റെ ഇവിടെ നമുക്ക് ചെറിയൊരു തമ്പ് പോലെ കാണില്ല. അതിനുള്ളിൽ എന്തുണ്ട്? ഇതിന്റെ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഡ്രൈവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് വന്നോളും കോമിൽ ഇത് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതാ കണ്ടോ, ഒരെൻഡ് USB, ഒരെൻഡ് കോം, അതായത് USB to COM കൺവേർട്ടർ മേടിച്ചതാ ഞാൻ. എന്നിട്ട് ഇതേമാതിരി ഇതിൽ കണ്ടോ, ഇതേപോലെ നമ്മൾ ഇങ്ങനത്തെ കേബിൾ കിട്ടും. ഈ ഒരു മോഡലുള്ള കേബിൾ കിട്ടും. അപ്പൊ ഇത് 2 കേബിൾ ഞാൻ മേടിച്ചു ഇവിടെ. അത് ഞാൻ മേടിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇതിന് അധികം ലൈഫ് കിട്ടാറില്ല. ഈ സംഭവം ഇല്ലേ, ഇത് ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലായതാണ്. നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 1 ഇയർ 2 ഇയർ ഒക്കെ കഴിയുന്ന സമയത്ത് എന്തായി പോകുന്നറിയോ? ഇത് ചിലപ്പോൾ കംപ്ലൈന്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് പക്ഷെ നേരെ മറിച്ച് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 കൊല്ലം നമുക്കൊരു പ്രശ്നം ഇല്ലാണ്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പ്രിഫർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സിസ്കോന്റെ ഒറിജിനൽ സാധനം കിട്ടും നമുക്ക്. അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2000 റുപ്പീസ് ഒക്കെ റേറ്റ് വരും. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്. ഓക്കെ, പക്ഷെ ഇതിന്റെ സിസ്കോന്റെ ഒറിജിനൽ സാധനം കിട്ടും. അത് നമുക്ക് നല്ല ലൈഫ് കിട്ടും. ഒരു 3-4 വർഷമൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു നെറ്റ്വർക്ക് അഡ്മിൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, എന്താ പറയുക, നമ്മൾ ഓപ്പറേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഈ മിക്കവാറും ഇത് നിങ്ങളുടെ ബാഗിൽ ഉണ്ടാവും. ലാപ്ടോപ്പ് ബാഗിൽ നിങ്ങളെ കൂടെ ഇത് ഉണ്ടാവും. എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരുന്ന സംഭവമാണ്. എപ്പോഴെങ്കിലും നമുക്ക് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇത് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുള്ളൂ എന്ന് പറയുക? ഫസ്റ്റ് ടൈം സിസ്കോ റൂട്ടറോ സിസ്കോ സ്വിച്ചോ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിന്റെ ആവശ്യം വരുള്ളൂ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ടെൽനെറ്റ് ചെയ്ത് കയറാൻ പറ്റും. മനസ്സിലായില്ലേ? വൺസ് നമുക്ക് IP സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് ടെൽനെറ്റ് ചെയ്ത് കയറാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം, ടെൽനെറ്റ് ചെയ്യുന്നതും SS ചെയ്യുന്നതും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് എല്ലാം കൂടെ പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. മീൻസ് നിങ്ങൾക്ക് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഹയർ ലെവലിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ?
എന്നിട്ട് നമ്മൾ റൂട്ടറിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാ വരിക. അപ്പൊ നമുക്ക് ഒരു റൂട്ടറിന്റെ കൺസോൾ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ ബൂട്ടിംഗ് പ്രോസസ്സ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വേണമെങ്കിൽ എനേബിൾ അടിച്ചു, പാസ്വേഡ് ഒന്നും സെറ്റ് ചെയ്തില്ല, ഞാൻ റീലോഡ് എന്ന് പറയുന്ന കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബൂട്ടിംഗ് പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. ജസ്റ്റ് അത് നിങ്ങൾ കാണേണ്ട മീൻസ് നമുക്ക് ജസ്റ്റ് ഒരു എന്തൊക്കെയാണ് നടക്കുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഞാൻ റീലോഡ് കൊടുത്തു. റൂട്ടറിന് റീലോഡ് ചെയ്യാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് കൺസോൾ കണക്ട് ചെയ്ത് നിങ്ങൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ, സിസ്റ്റം ബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് അതിനെ പറ്റിയുള്ള ബേസിക് സിസ്റ്റം ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമാണ് ഫസ്റ്റിലൂടെ. ഫസ്റ്റ് പോസ്റ്റ് റൺ ചെയ്യും. ആ പോസ്റ്റ് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കൺസോളിൽ കാണാൻ പറ്റൂല. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ് ഫസ്റ്റ് റൺ ചെയ്യുക. അത് കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ആണ് ലോഡ് ചെയ്യുക. ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം സിസ്കോന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് iOS എവിടെയാണ്, ഫ്ലാഷിൽ iOS എവിടെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ഡികംപ്രസ് ചെയ്യും. കംപ്രസ്ഡ് ഫോർമാറ്റിലേക്ക് അത് ഉണ്ടാവുക. അത് ഡികംപ്രസ് ചെയ്യും. അത് കുറച്ചൊരു ടൈം എടുക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഹാഷ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. കുറച്ചൊരു ടൈം എടുക്കും. കണ്ടോ, സെൽഫ് ഡികംപ്രസിങ് ദ ഇമേജ് എന്ന് കണ്ടോ. അതെന്ത് ചെയ്യാണ്, നമ്മളെ സിസ്കോന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപ്രസ്ഡ് ഫോർമാറ്റിലുള്ളത് ഡികംപ്രസ് ചെയ്തിട്ട് DRAM-ലേക്ക് ലോഡ് ചെയ്യാം. ഇതാണ് ബൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, iOS സോഫ്റ്റ്വെയർ വേർഷൻ ഏതാണ് ബൂട്ട് ചെയ്തതെന്നൊക്കെ നമുക്ക് അതിന്റെ 15.5 ആണ് ഇതിന്റെ iOS വേർഷൻ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇത് വൺസ് നമ്മളൊരു റൂട്ടർ ബൂട്ട് ചെയ്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും കേസിൽ അത് ഓഫ് ആക്കാറില്ല. 24 hours റണ്ണിങ്. മിക്കവാറും ലൈവിലുള്ള എല്ലാ ഡിവൈസുകളും തന്നെ 24 hours റണ്ണിങ് ആയിരിക്കും. ഓക്കെ, സെർവേഴ്സ് ഒക്കെ റൺ ചെയ്യുന്ന മാതിരി തന്നെ. സാറേ, ഈ റണ്ണിങ് ഡിവൈസിൽ ഈ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും? എന്താണ് റണ്ണിങ് ഡിവൈസിലും ഈ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും? ഈ കമാൻഡ് യൂസ് ചെയ്താൽ നിങ്ങൾ എപ്പോൾ ടെർമിനേറ്റ് ചെയ്തെന്ന് വെച്ചാൽ മതി. നിങ്ങൾ ലൈവിലുള്ള ഒരു ഡിവൈസ് റൂട്ടർ ഓഫ് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങളെ ലൈവ് നെറ്റ്വർക്കിനകത്തുള്ള എല്ലാവരും അത് എഫക്റ്റഡ് ആവൂലേ? ആ, നിങ്ങൾ റീലോഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ ഇത് എഫക്ട് ചെയ്യൂലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിന് പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് അതിൻ്റെ അതോറിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിന്റെ ഹയർ അതോറിറ്റിയിൽ നിന്ന് അതിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ ഒരു റൂട്ടറൊക്കെ റീലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ റൂട്ടറിന്റെ ഒരു കമാൻഡ് മാറ്റണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും അറിയോ, നിങ്ങൾക്ക് അതിന്റെ പെർമിഷൻ വേണ്ടി വരും. ഓക്കെ, അപ്പം ഇപ്പം ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി, അപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാം. ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഒന്ന് ആ കമ്പനിയുടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, രണ്ടാമത്തത് അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് കിട്ടി. ഓക്കെ, ആ കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലൈന്റ് മനസ്സിലാക്കിയിട്ട് ഇന്നതാണ് കംപ്ലൈന്റ്, അതിപ്പോൾ ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ആവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന സമയത്ത് റൂട്ടറിനകത്ത് കോൺഫിഗറേഷൻ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുക ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന്റെ ഹയർ അതോറിറ്റി ഇത് പ്ലാൻ ചെയ്തിട്ട് പറയും, ഓക്കെ ഇന്ന ദിവസം ഇന്ന സമയം രാത്രിക്ക് മിക്കവാറും ചേഞ്ച് ഓവർ ഒക്കെ നടക്കുക. ഓക്കെ, കാരണം ആ സമയത്ത് യൂസേഴ്സ് മാക്സിമം കുറവായിരിക്കും. കാരണം നിങ്ങളിതിപ്പോൾ ചിലപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമാൻഡ് അടിച്ചാലും ചിലപ്പോൾ അത് പ്രോബ്ലം സോൾവ് ആയിക്കോളും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ടൈം വിൻഡോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ടൈം വിൻഡോ തരും. ഓക്കെ, രാത്രി ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൂട്ടറിനകത്ത് റീകോൺഫിഗറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. കോൺഫിഗറേഷൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചില കേസിലൊക്കെ റൂട്ടർ റീലോഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രയർ പെർമിഷൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കമാൻഡൊക്കെ നിങ്ങൾക്ക് വർക്കാവും. പക്ഷെ ഇന്ന് നിങ്ങൾ ഈ കമാൻഡ് അടിച്ചാൽ, ഇത് നിങ്ങളെ പെർമിഷൻ വാങ്ങാണ്ടാണ് കമാൻഡ് അടിച്ചതെന്ന് വെച്ചാൽ വലിയൊരു ടിക്കറ്റൊക്കെ ജനറേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വലിയ കമ്പനിയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. SNMP വഴി റൂട്ടറിനകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും ഒരു മോണിറ്റർഡ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് വലിയ അലാറംസ് ഒക്കെ വരും. റൂട്ടർ റീലോഡ് ആയി കഴിഞ്ഞാൽ നെറ്റ്വർക്കിനകത്ത് വലിയൊരു ഇഷ്യൂ ആയിട്ട് അത് റിഫ്ലക്റ്റ് ആവും. അപ്പോൾ അതിന്റെ റീസൺ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് മെയിൽ വരാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം, എന്തിനത് ചെയ്തു, ഇതിന്റെ ആവശ്യം എന്തായിരുന്നു. ചില സമയത്ത് റൂട്ടർ അറിയാണ്ട് മീൻസ് നമുക്ക് റൂട്ടറിനകത്ത് കംപ്ലൈന്റ് വന്നിട്ട് iOS-നകത്ത് ഇഷ്യൂ വന്നിട്ട് റൂട്ടറിനെ സ്വന്തം റീലോഡ് ആയി പോകുന്നൊക്കെ ഇഷ്യൂ വരും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിന്റെ ലോഗിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നിങ്ങൾ തന്നെ റീലോഡ് കമാൻഡ് കൊടുത്തിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റൂട്ടറിന്റെ കംപ്ലൈന്റ് കൊണ്ട് റീലോഡ് ആയി പോയതാണോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലോഗ്സ് നോക്കി കഴിഞ്ഞാൽ.
ഓക്കെ, അതിലേക്കൊക്കെ നമ്മൾ വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാക്കുക എന്താണ് റൂട്ടർ ജസ്റ്റ് റീലോഡ് ചെയ്ത് വന്നു. നമുക്ക് റൂട്ടർ ബേസിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ റൂട്ടർ ബേസിക്സിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, റൂട്ടറിന്റെ ഫസ്റ്റ് നമ്മൾ റൂട്ടറിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ പറഞ്ഞു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിനകത്ത്. റൂട്ടറിന്റെ ഇൻസൈഡിൽ എന്തൊക്കെയാണുള്ളത്, ഔട്ട്സൈഡിലുള്ള എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂട്ടറിന്റെ ബൂട്ടിംഗ് പ്രോസസ്സ് നമ്മൾ പഠിച്ചു. അതായത് ഫസ്റ്റ് പോസ്റ്റ് റൺ ചെയ്യും, പിന്നെ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം റൺ ചെയ്യും, പിന്നെ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ലോഡ് ചെയ്തതിന് ശേഷം ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം iOS എവിടെയാണെന്നുള്ളത് ഡികംപ്രസ് ചെയ്തിട്ട് ലോഡ് ചെയ്ത് DRAM-ലേക്ക് ഇടും. അതിനുശേഷം NVRAM-ലുള്ള കോൺഫിഗറേഷൻ ഇപ്പോൾ കണ്ടോ, ഇൻഫോ ക്യാമ്പസ് എന്നുള്ള പേര് വന്നത് കണ്ടോ ഇവിടെ. അതിന് കാരണം റൂട്ടറിനകത്തുള്ള കോൺഫിഗറേഷൻ ഇതിനകത്ത് വന്നതുകൊണ്ടാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ NVRAM-ലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുമെന്ന് പറഞ്ഞില്ലേ. ആ കോപ്പി ചെയ്ത് വെച്ച സംഭവം എന്ത് സംഭവിച്ചിട്ടുണ്ട്, DRAM-ലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇൻഫോ ക്യാമ്പസ് പറഞ്ഞു വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ റൂട്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഏരോ മാർക്ക് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നമുക്ക് കോൺഫിഗർ ടെർമിനലിൽ കയറിയിട്ട് നോ ഹോസ്റ്റ് നെയിം എന്നുള്ള കമാൻഡ് കൊടുക്കും. കണ്ടോ, ഇങ്ങനെയാണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. റൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരോ മാർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, എക്സിറ്റ് അടിച്ചു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് നമ്മൾ ബാനർ സെറ്റ് ചെയ്താൽ, ഇതാണ് ബാനർ. നമ്മൾ ഇന്നലെ പറഞ്ഞ ബാനർ സെറ്റ് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ റൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഏരോ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം സിസ്കോ റൂട്ടർ നിങ്ങൾ പുതിയത് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാനർ ഒന്നും കാണിക്കൂല. നേരെ റൂട്ടർ എന്ന് പറഞ്ഞ ഏരോ മാർക്ക് ആയിട്ട് നിൽക്കുക ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഇത് യൂസർ മോഡാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂട്ടറിന്റെ മോഡുകളാണ്. ഓക്കെ, ഒരു റൂട്ടറിന്റെ 3 മോഡുകളാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. യൂസർ മോഡ്, പിന്നെ പ്രിവിലേജ് മോഡ്, പിന്നെ കോൺഫിഗറേഷൻ മോഡ്. ഓക്കെ, അത് നമുക്ക് ഈ ബുക്കിലുണ്ട്. അത് അപ്പം ഫസ്റ്റ് നമ്മൾ ഉണ്ടാവുക റൂട്ടർ എന്നുള്ള ഏരോ മാർക്ക്. ഈ ഏരോ മാർക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് യൂസർ മോഡാണെന്ന് മനസ്സിലാക്കണം. യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതൊരു ഗസ്റ്റ് മോഡാണ്. അതായത് വളരെ കുറച്ച് കമാൻഡുകളെ നമുക്ക് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ പ്രിവിലേജ് നമുക്കില്ല, ഫുൾ കമാൻഡ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരിക്കലും CCNA-ക്കാർ എന്ത് ചെയ്യില്ല, ഈ മോഡിൽ അധിക കളികളൊന്നും കളിക്കൂല. അവരെന്ത് ചെയ്യും, എനേബിൾ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് പ്രിവിലേജ് മോഡിലേക്ക് വരും. പ്രിവിലേജ് മോഡിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തുണ്ടാവും, ഹാഷ് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് പ്രിവിലേജ് മോഡിൽ എത്തി. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് എനേബിൾ എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു. അപ്പൊ പ്രിവിലേജ് മോഡിലെത്തി. സാധാരണ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമേ പ്രിവിലേജ് മോഡിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇവിടുന്ന് ഡിസേബിൾ എന്ന് പറയുന്ന കമാൻഡ് അടിച്ചാൽ എന്ത് സംഭവിക്കും, നേരെ വീണ്ടും നമ്മൾ യൂസർ മോഡിലേക്ക് തന്നെ പോകും. എനേബിൾ, ഡിസേബിൾ. അപ്പൊ ഈ 2 കമാൻഡ് പഠിച്ചല്ലോ, എനേബിൾ ആൻഡ് ഡിസേബിൾ. ഇനി പകരം എനേബിൾ എന്ന് ഇവിടെ അടിച്ചിട്ട് എക്സിറ്റ് എന്ന് അടിച്ചാലും ഇത് യൂസർ മോഡിലേക്ക് പോകും. പക്ഷെ അത് ഫസ്റ്റ് നമുക്ക് ബാനറൊക്കെ കാണിച്ചിട്ടേ അത് യൂസർ മോഡിലേക്ക് പോകുള്ളൂ. അപ്പൊ എനേബിൾ, ഡിസേബിൾ, എക്സിറ്റ് 3 കമാൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, അപ്പൊ എനേബിൾ അടിച്ചു. അപ്പൊ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം, റൂട്ടർ എന്ന് പറയുന്നത് സിസ്കോ റൂട്ടർ ജനറേറ്റ് ചെയ്ത് വന്നത് നമ്മുടെ യുണിക്സ് വെച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പൊ യുണിക്സിനകത്തുള്ള എല്ലാ ഹെൽപ്പ് ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങളോട് കമാൻഡ് മറന്നുപോയാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചാൽ മതി. അപ്പൊ എന്തൊക്കെ കമാൻഡുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ മോർന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലൈൻ വൈസ് ആയിട്ട് സ്ക്രോൾ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് അടിക്കാം. സ്പേസ് അടിച്ചാൽ എന്താ സംഭവിക്കുക, പേജ് വൈസ് ആയിട്ട് സ്ക്രോൾ ചെയ്യും. ഇനി അതിന് പകരം വേറെ ഏതെങ്കിലും കീ നിങ്ങളോട് അറിയാതെ അടിച്ചു പോയാലോ അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, സിസ്കോന്റെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഏത് മോഡിലാണെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കാം. അപ്പൊ നമുക്ക് അവിടെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അത് പിന്നെ വേറൊരു കാര്യം, പിന്നെ നിങ്ങൾക്ക് ഒരു കമാൻഡ് ഉണ്ട്, ആ കമാൻഡ് പെട്ടെന്ന് നിങ്ങൾക്ക് മറന്നു, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലെറ്റർ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ S എന്ന് അടിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചാൽ എന്താ സംഭവിച്ചു കണ്ടോ, S വെച്ചിട്ടുള്ള കമാൻഡ്സ് ഒക്കെ കാണിച്ചു തന്നു. ഓക്കെ, ഇനി E വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു. അപ്പൊ E വെച്ചിട്ട് എന്തൊക്കെ കമാൻഡ് ഉണ്ടെന്ന് കാണിച്ചു തന്നു.
അപ്പൊ ഏതൊക്കെ മോഡിലാണെങ്കിലും ആ മോഡിൽ എന്തൊക്കെ കമാൻഡ്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോ SC എന്ന് അടിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചാലോ, SC വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കമാൻഡ്സ് എന്തൊക്കെ ഉണ്ടെന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതാണ് സിസ്കോന്റെ ഒരു ഗുണം, നമുക്ക് ഹെൽപ്പ് കിട്ടും. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഇവിടെ എസ് വെച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു, സോറി എസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു. അപ്പൊ എനിക്ക് കിട്ടി സെൻഡ് ഉണ്ട്, സെറ്റ് ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, ഷോ ഉണ്ട്. അപ്പോൾ ഷോ എന്ന് അടിച്ചു ഞാൻ. ഓക്കെ. ഇനിയിപ്പോ SH അടിച്ചു. ഇപ്പൊ ഇവിടെ നോക്കിക്കോ, SH എന്ന് അടിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കമാൻഡ് അല്ല അവിടെ ഉള്ളൂ അല്ലെ, ഷോ. അപ്പൊ SH എന്ന് വെച്ചിട്ട് ടാബ് അടിക്കുമ്പോൾ അത് ഓട്ടോ ഫിൽ ആവും. ഇത് വേറൊരു ഫീച്ചറാണ് സിസ്കോന്റെ, എന്താണ് ഓട്ടോ ഫിൽ. ഓക്കെ. ടാബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓട്ടോ ഫില്ല് വർക്ക് ചെയ്യുക. ഷോ എന്നടിച്ചു. ഇനി ഷോ കഴിഞ്ഞിട്ട് എന്താണ് എനിക്ക് അടിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഷോ കഴിഞ്ഞിട്ട് സ്പേസ് വന്നു. സ്പേസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചപ്പോൾ കണ്ടോ, ഷോ വെച്ചിട്ട് എന്തൊക്കെ അടിക്കാൻ പറ്റും, പല പല കമാൻഡുകളും അടിക്കാൻ പറ്റും. ഷോ ട്രിപ്ലേ ഉണ്ട്, ഷോ ആക്സസ് എക്സ്പ്രഷൻ ഉണ്ട്, ഓക്കെ, ഷോ BGP ഉണ്ട്, ഷോ ബ്രിഡ്ജ് ഉണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഷോ ക്ലോക്ക് എന്നുണ്ട്. അപ്പൊ അതെന്താന്ന് എനിക്കൊന്ന് പരീക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഷോ ക്ലോക്ക്? ഡിസ്പ്ലേ ദ സിസ്റ്റം ക്ലോക്ക്. അപ്പൊ നമുക്ക് ഷോ ക്ലോക്ക് നടിച്ചു. അപ്പൊ ഇവിടെ ക്ലോക്ക് കാണിക്കുന്നത്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ക്ലോക്ക് കാണിക്കുന്നത് തെറ്റാണ് അല്ലേ. 2036 ഇപ്പോൾ ഉള്ളത്, അല്ല 2024 എത്തിയിട്ടുള്ളൂ. പക്ഷെ ഇതിനകത്ത് അപ്പൊ ഇതിനെന്തോ, ഈ റൂട്ടറിന് ശരിക്കും എന്തോ ഇന്റേണൽ ക്ലോക്കിന് എന്തോ പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്ലോക്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ കമാൻഡ് ഉണ്ട്, അത് ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ക്ലോക്ക് സെറ്റ് എന്ന് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോക്ക് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടൈമും കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് അത് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കമാൻഡ്സ് വെച്ചിട്ട് മനസ്സിലാക്കാം. ഷോ എന്ന് പറഞ്ഞ് ഷോ വേർഷൻ അടിച്ചു കഴിഞ്ഞാൽ സിസ്കോ iOSന്റെ വേർഷനും കാര്യങ്ങളും ഈ റൂട്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. കണ്ടോ, എത്ര മെമ്മറി ഉണ്ട്, എത്ര ഫ്ലാഷ് മെമ്മറി ഉണ്ട്, കണ്ടോ ഫ്ലാഷ് മെമ്മറി എത്ര ഉണ്ട്, DRAMന്റെ സൈസ് എത്രയാണ്, DRAM ഇതാണ് DRAMന്റെ സൈസ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് എത്ര മൊഡ്യൂൾസ് ഉണ്ട്, എത്ര ഇന്റർഫേസ് ഉണ്ട്, 6 ജിഗാബിറ്റ് എതർനെറ്റ് ഇന്റർഫേസുകൾ ഉണ്ട്. പിന്നെ അതിന്റെ ലൈസൻസ് നമ്പർ എത്രയാണ്, സീരിയൽ നമ്പർ എത്രയാണ്. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ പല പല കമാൻഡ്സ് ഉണ്ട്. ആ കമാൻഡിലേക്കൊക്കെ നമുക്ക് വരാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് സിസ്കോന്റെ മോഡുകളാണ് പറഞ്ഞത്. യൂസർ മോഡ് പഠിച്ചു, പ്രിവിലേജ് മോഡ് പഠിച്ചു. ഈ പ്രിവിലേജ് മോഡിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യാന്നറിയോ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ ഷോ കമാൻഡ്സ് പഠിക്കാനുണ്ട് പ്രിവിലേജ് മോഡ് എന്നുള്ള. പിന്നെ കുറച്ച് റീലോഡ്, ഇറേസ്, കോപ്പി കമാൻഡ്സ്, പിങ് കമാൻഡ്, ടെൽനെറ്റ്, ട്രേസ് റൂട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പ്രിവിലേജ് മോഡിൽ വന്നിട്ടാണ്. ഓക്കെ. എന്തൊക്കെയാണ്? ഷോ, കോപ്പി, ഇറേസ്, റീലോഡ്, ടെൽനെറ്റ്, പിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പ്രിവിലേജ് മോഡിൽ വന്നിട്ടാണ്. ഓക്കെ. ഇനി പ്രിവിലേജ് മോഡിന്റെ അണ്ടറിൽ വേറൊരു മോഡ് ഉണ്ട്, അതാണ് കോൺഫിഗറേഷൻ മോഡ്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കോൺഫിഗർ ടെർമിനൽ എന്ന് പറയുന്ന കമാൻഡ് അടിക്കണം. അപ്പോൾ ഉണ്ടോ റൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൺഫിഗറേഷൻ. ഇപ്പോൾ റൂട്ടറിന്റെ എന്തെങ്കിലും സെറ്റിംഗ്സ് നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡ് എന്നാണ് വിളിക്കുക. ഓക്കെ. നമ്മൾ കോൺഫിഗറേഷൻ മോഡിൽ എത്തണം. ഗ്ലോബൽ കോൺഫിഗറേഷൻ മോഡിലേക്ക് എത്താൻ വേണ്ടിയുള്ള കമാൻഡാണ് എന്ത്, കോൺഫിഗർ ടെർമിനൽ. കോൺഫിഗറേഷൻ മോഡിൽ വന്നു. കോൺഫിഗറേഷൻ മോഡിൽ വന്നിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഹോസ്റ്റ് നെയിം മാറ്റണം. ഹോസ്റ്റ് നെയിം ഇൻഫോ ക്യാമ്പസ്, ഹോസ്റ്റ് നെയിം മാറ്റി. അപ്പോൾ ഇവിടെ ഹോസ്റ്റ് നെയിം മാറി. അപ്പം അങ്ങനെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും റൂട്ടിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺഫിഗറേഷൻ മോഡിൽ, ഏത് മോഡിൽ നിന്നാണെങ്കിലും പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്സിറ്റ് അടിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഈ 3 മോഡ്സ് മനസ്സിലായില്ല, യൂസർ മോഡ്, പ്രിവിലേജ് മോഡ്, കോൺഫിഗറേഷൻ മോഡ്. ഓക്കെ. ഇനി കോൺഫിഗറേഷൻ മോഡിന്റെ അണ്ടറിൽ സബ് കോൺഫിഗറേഷൻ മോഡുകൾ ഉണ്ട്. സബ് കോൺഫിഗറേഷൻ മോഡ് എന്ന് പറയാൻ ചിലപ്പോൾ ഉദാഹരണത്തിന് ഇന്റർഫേസ് G0/0 എന്നടിച്ച സമയത്ത് നമ്മൾ കണ്ടോ കോൺഫിഗ് എന്ന് പറയുന്നത് ഇത് ഇന്റർഫേസ് മോഡാണ്. ഇപ്പോൾ ഇന്റർഫേസിന് നമുക്ക് IP കൊടുക്കണമെങ്കിലൊക്കെ IP അഡ്രസ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മോഡിൽ വരണം. 1.1.1.1 255.0.0.0 ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ
നമ്മൾ ഐ പി അഡ്രസ് മേ നോട്ട് ബി, ഇതിപ്പോൾ L2 ഇന്റർഫേസ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഇന്റർഫേസ് G0/4ഉം 5ഉം ആണ് L3 ഇന്റർഫേസ് ഉള്ളത്. അപ്പോൾ L3 ഇന്റർഫേസിൽ നമുക്ക് IP കൊടുക്കാൻ പറ്റില്ല. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മളത് പേടിക്കേണ്ട. ഓക്കെ, ഇപ്പോൾ IP അഡ്രസ് സെറ്റ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഒരു ഇന്റർഫേസിന് IP അഡ്രസ് ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മോഡിലേക്ക് നമ്മൾ വരണം, ഇന്റർഫേസ് മോഡിലേക്ക് നമുക്ക് വരണം. ഓക്കെ, അപ്പം യൂസർ മോഡിന്റെ അണ്ടറിലുള്ള സബ് മോഡുകളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി. ഇതാ ഫസ്റ്റ് യൂസർ മോഡ് എനേബിൾ അടിച്ചു, പ്രിവിലേജ് മോഡിൽ വന്നു. അവിടുന്ന് കോൺഫിഗർ ടെർമിനൽ അടിച്ചു, നമ്മൾ കോൺഫിഗറേഷൻ മോഡിൽ വന്നു. ഈ കോൺഫിഗറേഷൻ മോഡിന്റെ അണ്ടറിൽ എന്തുണ്ട്? പല സ്പെസിഫിക് കോൺഫിഗറേഷൻ മോഡ് അല്ലെങ്കിൽ സബ് കോൺഫിഗറേഷൻ മോഡ് എന്ന് പറഞ്ഞ മോഡുകളുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ ഈ ഇന്റർഫേസ് G0/0 എന്നടിച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? ഇന്റർഫേസ് മോഡിലെത്തി. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ ലൈൻ കൺസോൾ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ മോഡ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ മോഡുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചു തരാം. ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ ഇഫ് ആണ് ഇട്ടുള്ളത്, കോൺഫിഗ് ഇഫ് ആണ്. ഇനിയിപ്പോൾ ഞാൻ പറയാണ് ലൈൻ കൺസോൾ 0. ഇപ്പോൾ കണ്ടോ ഇവിടെ എന്തായി? കോൺഫിഗ് ലൈൻ. ഇത് ലൈൻ മോഡാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എക്സിറ്റ് അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇന്റർഫേസ് G0/4.1 എന്നൊക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് സബ് ഇഫ് എന്ന് പറഞ്ഞ മോഡ്, സബ് ഇന്റർഫേസ് മോഡിലെത്തി. ഓക്കെ, ഇനി നമ്മൾ എക്സിറ്റ് അടിച്ചു, റൂട്ടർ റിപ്പ് എന്നടിച്ചു. അപ്പോൾ കണ്ടോ നമ്മൾ റൂട്ടർ മോഡിലെത്തി. അത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇതിന്റെ അണ്ടറിലുള്ള ഓരോരോ മോഡുകൾ, കോൺഫിഗറേഷൻ മോഡിന്റെ അണ്ടറിലുള്ള ഓരോരോ മോഡുകൾ. ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന എന്താ? ഈ മോഡുകളും ഈ മോഡിലുള്ള ബേസിക് കമാൻഡുകളും. ഈ കമാൻഡുകൾ മാത്രമല്ല, നിങ്ങൾ കോൺഫിഗറേഷൻ മോഡിൽ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമാൻഡ്സ് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ CCNA ഇതെല്ലാ കമാൻഡ്സും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതിനകത്തുള്ള വളരെ കുറച്ച് കമാൻഡുകൾ മാത്രമേ നിങ്ങൾ CCNA പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ബാക്കി കുറെ കമാൻഡുകളൊക്കെ നമ്മൾ CCNP വരും. പിന്നെ കുറെ കമാൻഡുകളൊക്കെ നമുക്ക് CCIയിൽ വരും. CCIയിൽ പോലും ഈ ഫുൾ കമാൻഡ്സിന്റെ ഏകദേശം 10% നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അത്രയും ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത്രയും ഓപ്ഷൻസ് ഒന്നും നമുക്ക് ലൈവിൽ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരില്ല. എൻവയോൺമെന്റിൽ ഒരു ലൈവ് എൻവയോൺമെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട എന്തൊക്കെ സംഭവങ്ങളാണോ അത് മാത്രമേ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമേ നമ്മൾ സിലബസിൽ പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിക്വയർമെന്റ് വരുന്ന സമയത്ത് സിസ്കോന്റെ എന്താ പറയാ, സിസ്കോന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഇത്രയും കമാൻഡ്സ് നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ നോക്കി എത്രയും കമാൻഡ്സ് ഉണ്ട്. ഓക്കെ, അതൊന്നും നിങ്ങൾ CCNA പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് കമാൻഡുകളെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഹെൽപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ ഈ കമാൻഡിനല്ല മറ്റുള്ള ഡിവൈസിലേക്ക് വരിക. ഹുവായിലൊക്കെ എനിക്ക് ഇതെന്നാണ് തോന്നുന്നു. അല്ല, ഹുവായിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓരോരോ, അതായത് ഹുവായി എന്ന് പറയുന്നത് സിസ്കോ OS അല്ലല്ലോ. അപ്പൊ ഇപ്പൊ സിസ്കോന്റെ കമാൻഡ്സ് അങ്ങനെ തന്നെ അവർക്ക് കോപ്പി അടിക്കാനും പറ്റൂല. പക്ഷെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ഹുവായിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഈക്വലൻ കമാൻഡ്സ് ഇൻ ഹുവായി എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഗൂഗിളിലുണ്ട്, ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട് ഈക്വലൻ കമാൻഡുകൾ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ആൾക്കാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹുവായിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായ സമയത്ത് ഞാനത് കാണിച്ചു. പക്ഷെ നമുക്ക് അതിന് സമയമില്ല. നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ടൈം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സിലബസിലുള്ള കാര്യങ്ങൾ ആദ്യം കവർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാസ് ലാഗായി പോകും. ഓക്കെ, ഇന്റർഫേസ് കയറാനൊക്കെ ഒരേ കമാൻഡാണ് തോന്നുന്നു. ഏതാണ്? ഇന്റർഫേസ് കയറാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ഒക്കെ സെയിം ആണെന്ന് തോന്നുന്നു. ഹുവാവേലുള്ളതാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ സിസ്കോയിലുള്ളതോ? ഹുവാവേല്. ഹുവാവേൽ. അപ്പൊ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. ഇപ്പം ഉദാഹരണത്തിന്
ഇങ്ങനെ നമ്മൾ നോക്കേണ്ടി വരും. Questions. ഏതോ ഒരു സൈറ്റിലുണ്ടായിരുന്നു ഫുൾ കമാൻഡ്സും. ഹുവാവേ വേണോ, സിസ്കോ ആൻഡ് ഹുവാവേ ഇക്വലന്റ് കമാൻഡ്സ്. വേണ്ടോ, ഷോ ക്ലോക്ക് എന്ന് സിസ്കോയിൽ അടിക്കുന്നതിന് പകരം ഡിസ്പ്ലേ ക്ലോക്ക് എന്നാണ് ഹുവാവേയിൽ ഉണ്ടാവുക. ഇന്റർഫേസ് കമാൻഡ് ഉണ്ടോ നോക്കാം ഇവിടെ. ഇന്റർഫേസ് കമാൻഡ് ഇല്ല. ഇതൊക്കെ പ്രിവിലേജ് കമാൻഡ് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. സിസ്കോയില് യൂസർ മോഡ്, പ്രിവിലേജ് മോഡ്, കോൺഫിഗറേഷൻ മോഡ് പോലെയുള്ള ഇതിനകത്ത് ഹുവാവേയിൽ യൂസർ വ്യൂ, സിസ്റ്റം വ്യൂ, പിന്നെ ഓപ്പറേറ്റിംഗ് ടെക്നിക്ക്, ഓക്കെ അത് ഓപ്പറേറ്റിംഗ് ടെക്നിക്സ് ആണ്. ഫുൾ ഹെൽപ്പ്, പാർഷ്യൽ ഹെൽപ്പ്, ഓക്കെ. ഇന്റർഫേസ് കമാൻഡ് കാണുന്നുണ്ട്. ഇതൊക്കെ ഷോ കമാൻഡ്സിന്റെ മാത്രം എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഷോ കമാൻഡ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചാറ്റ് GPT ഒന്ന് ചോദിച്ചു നോക്കാം. ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. കണ്ടോ, ഹുവാവേയിൽ കാണിച്ചിരിക്കുന്നത് ഇന്റർഫേസ് എന്നുള്ള കമാൻഡ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഹുവാവേ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടോ അപ്പം? ഓ ഉണ്ട് ഉണ്ട്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നാല് നിങ്ങൾക്ക് ആക്സസ് ഉള്ളതല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, അപ്പോൾ സെയിം കമാൻഡ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വെബ്സൈറ്റ് ത്രൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹുവാവേന്റെ ഡോക്യുമെന്റേഷൻ ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് നമ്മൾ രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ CCNA നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹുവാവേന്റെ കമാൻഡ്സ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് നമ്മുടെ സിലബസിനകത്ത് അതൊന്നും ഇല്ല, എനിക്കത് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെയുള്ള നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ചും ഇതേമാതിരി തന്നെ ചാറ്റ് GPTയോ അങ്ങനെയുള്ള ഏതെങ്കിലും AI ടൂൾസിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ.
കാരണം വെച്ചാല് ഹുവാവിന്റെ പോയി ആയിരിക്കില്ല ഇനിയിപ്പോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ജുനിപ്പർ എന്ന് പറയുന്നത്. ജുനിപ്പറിൽ എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും, ഹുവാവെ ഡിഫറൻ്റ് ആയിരിക്കും, HP ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, സാറേ ഈ സിസ്കോന്റെ സ്വിച്ചോ? സ്വിച്ചിലും എല്ലാം തന്നെ എല്ലാ കമാൻഡ്സും സിസ്കോയിൽ ഉള്ളത് പോലെ ആയിരിക്കില്ല ഹുവാവേയിൽ ഉണ്ടാവുക. അല്ല, പക്ഷേ സിസ്കോന്റെ സ്വിച്ചും റൗട്ടറും തമ്മിൽ റൂട്ടർ അതൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഇപ്പോൾ ഷോ വേർഷൻ എന്നുള്ള കമാൻഡ് റൂട്ടറിനകത്തും സ്വിച്ചിനകത്തൊക്കെ തന്നെ വർക്ക് ചെയ്തോളൂ. കാരണം സിസ്കോ റൂട്ടറും iOS തന്നെയാണ്. റൂട്ടറിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്കോ iOS തന്നെയാണ്, സ്വിച്ചിനകത്തും സിസ്കോ iOS തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സ്വിച്ചിങ് പറഞ്ഞ ചാപ്റ്റർ എടുക്കും ഇനിയിപ്പോ. അതിലിപ്പോ നമ്മൾ റൂട്ടർ ബേസിക്സ് അല്ല പഠിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ച് റൂട്ടർ ബേസിക്സ് ഒക്കെ കഴിഞ്ഞ് റൂട്ടറിന്റെ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിച്ചിങ് എടുക്കാൻ തുടങ്ങും. അതും നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വിച്ചിന്റെ കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ആ സമയത്ത് നമുക്ക് സ്വിച്ചിന്റെ കമാൻഡ്സ് ഒക്കെ അപ്പൊ നമുക്ക് ആ സമയത്ത് അത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് പോവാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഈ മോഡ്സ് മനസ്സിലായല്ലോ, ഈ ഇത്രയും മോഡ്സ് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഓരോ മോഡിലും ഉള്ള കമാൻഡുകളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ്. ഓക്കെ, ഓരോ മോഡിലുള്ള ഫുൾ കമാൻഡ്സ് നിങ്ങൾ നോക്കുന്നില്ല. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ലൈവിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾ CCNA കഴിഞ്ഞു, ഓക്കെ, അല്ലെങ്കിൽ CCNP കഴിഞ്ഞു, അല്ലെങ്കിൽ CCIE കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഓരോ ലെവലിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ CCNA കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു എൻട്രി ലെവലായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനീൻ്റെ ഒരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? ആ കമ്പനിക്കകത്ത് ഒരു സിസ്കോൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. ആ ബ്രാഞ്ചിൽ ഒരു സിസ്കോ റൂട്ടറും സ്വിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടി വരും അല്ലേ? ആദ്യം ഫിസിക്കലി നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ കണക്ഷൻ കൊടുത്തതൊക്കെ നിങ്ങൾ അപ്പാക്കണമെങ്കിൽ ഇതിന്റെ കമാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ലിങ്കും കാര്യങ്ങളും IP-യും കാര്യങ്ങളൊക്കെ കൊടുത്ത് നോ ഷട്ട് ഡൗൺ കൊടുത്ത് അപ്പാക്കി. പിന്നെ സിസ്കോന്റെ റൂട്ടർ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ കുറെ കോൺഫിഗറേഷൻ ചെയ്യേണ്ട. ഹോസ്റ്റ് നെയിം സെറ്റ് ചെയ്യേണ്ടി വരും, പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരും, ടെൽനെറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരും, SSH പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനകത്തുള്ള റൂട്ടിംഗ് പ്രോട്ടോകോൾസ് സെറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സസ് ലിസ്റ്റ് സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ നാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാറ്റ് കോൺഫിഗർ ചെയ്യേണ്ടി വരും. ഇനി സ്വിച്ചിലാണെങ്കിലോ സ്വിച്ചിനകത്ത് ചിലപ്പോൾ STP കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ VLAN കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരും. നമ്മൾ ഓരോരോ ടെക്നോളജികളും CCNA നമ്മൾ പഠിക്കുന്ന ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ മാനേജ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അതൊക്കെ നമ്മുടെ CCNA സിലബസിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഓരോരോ ചാപ്റ്ററിലും 1 by 1 ആയിട്ട് പഠിക്കും. നമ്മളിപ്പോ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? നമ്മളെ ബേസിക് കമാൻഡ്സ് ഇൻ ഡിഫറെന്റ് മോഡ്സ്. പ്രിവിലേജ് മോഡിലുള്ള കമാൻഡ്സ് നിങ്ങൾ നോക്കിക്കോ. ഷോ ഫ്ലാഷ്, ഷോ വേർഷൻ. ഷോ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് മെമ്മറിയിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ എനേബിൾ അടിച്ചു, ഷോ ഫ്ലാഷ്. ഫ്ലാഷിലുള്ള കണ്ടന്റ്സ് ആണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇത് cpconfig.cfg എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. പിന്നെ ഈ VLAN.data ശരിക്കും നിങ്ങൾ സ്വിച്ചിലാണ് കാണുക. ഇപ്പം ഈ റൂട്ടറിൽ കാണാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ സീരീസ് റൂട്ടറിനകത്ത് സ്വിച്ചിങ്ങും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് റൂട്ടറായിട്ടും ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ VLANs ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്വിച്ച് ആയിട്ടും ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു റൂട്ടറിലാണ് നിങ്ങളിപ്പം ഇന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നാളെ നിങ്ങൾക്ക് ഒരു 19 സീരീസ് റൂട്ടറിലാണ് നിങ്ങൾ ഇത് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 42 സീരീസ് റൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് VLAN കോൺഫിഗറേഷൻ ഒന്നും അതിനകത്ത് സപ്പോർട്ട് ഇല്ല. അത് ബേസിക്കലി എന്തായിരിക്കുള്ളൂ, അത് റൂട്ടറായിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഡിവൈസും ഉണ്ട്. റൂട്ടറായിട്ടും സ്വിച്ച് ആയിട്ടും വർക്ക് ചെയ്യുന്ന ഡിവൈസുകളും നമുക്ക് സിസ്കോ ഇറക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഷോ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഫ്ലാഷിന്റെ കണ്ടന്റും അതിനകത്തുള്ള ഓരോ ഫയൽസും കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഷോ ഫ്ലാഷ്. അതേപോലെ തന്നെ ഷോ വേർഷൻ, നിങ്ങൾ റൂട്ടറിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിന്റെ മെമ്മറി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് ടോട്ടൽ മെമ്മറി കിട്ടുക. ഇത്രയും മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി റിസർവ്ഡ് ആയിരുന്നു. ഇതാണ് ഇപ്പൊ അവൈലബിൾ ആയിരിക്കുന്ന മെമ്മറി. അപ്പൊ ഇപ്പൊ അവൈലബിൾ ആയിരിക്കുന്ന മെമ്മറിയും റിസർവ്ഡ് ആയിരിക്കുന്ന മെമ്മറിയും രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ടോട്ടൽ മെമ്മറി കിട്ടുക. ഇത് കിലോ ബൈറ്റ്സിലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് MB-യിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 512 MB-യോ ഒക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക, അല്ലെങ്കിൽ 128-ഓ അല്ലെങ്കിൽ അത്രയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ,
നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഇന്റർഫേസുകൾ ഉണ്ട്. VPN മൊഡ്യൂൾ, പ്രൈവറ്റ് VPN മൊഡ്യൂൾ ഉണ്ട്. പിന്നെ NVRAM കണ്ടോ, കിലോബൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതാണ് ടോട്ടൽ ഫ്ലാഷ് മെമ്മറി അല്ല, ഏകദേശം 191, അതായത് 128 MB ആണ് ഫ്ലാഷ് മെമ്മറി ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡബിളിന്റെ ഡബിളോ ഉണ്ടാവും എന്ത്, നമ്മളുടെ ഡൈനാമിക് റാം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ്. അപ്പൊ ഈ കമാൻഡ്സുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പാക്കറ്റ് ട്രേസർ കാണിച്ചെന്നില്ലായിരുന്നോ? പാക്കറ്റ് ട്രേസറിനകത്ത് ഓരോരോ റൂട്ടറുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ കമാൻഡ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അത് ഓരോരോ ചാപ്റ്ററിൽ വരുന്ന സമയത്ത് ഇതിന്റെ ഔട്ട്പുട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാ ഔട്ട്പുട്ടും ജസ്റ്റ് ഒന്ന് നിങ്ങൾ വ്യൂ ചെയ്യാം. കണ്ടോ, കോൺഫിഗറേഷൻ രജിസ്റ്റർ എന്താണ്, അതിന്റെ വാല്യൂ എന്താണ്, ഡിഫോൾട്ട് വാല്യൂ എന്താണ്, ഇതൊക്കെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ്വേഡ് റിക്കവറി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തുമ്പോൾ പഠിക്കും. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ ഇതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കണം. ടോട്ടൽ മെമ്മറി സൈസ് എത്രയായിരിക്കും, ഓക്കെ, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ സിസ്കോന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന്റെ വേർഷൻ, ഓക്കെ, ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിന്റെ വേർഷൻ, അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിന്റെ വേർഷൻ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ഒന്നും നമ്മൾ മാറ്റാൻ പോകുന്നില്ല. പക്ഷെ ഈ iOS ഒക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാറ്റും. ഇപ്പോൾ 15.5 അല്ലേ ഉള്ളത്. ഇപ്പോൾ 15.6 ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി പറയും പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. കാരണം പുതിയതിനകത്ത് ഇത്രത്തിന് ഫീച്ചേഴ്സ് ഉണ്ട്, കുറെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ iOS അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ iOS അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചാപ്റ്ററിൽ ഒരു വേറെ തന്നെ ഒരു ചാപ്റ്ററിലാണ് പഠിക്കാം. ഇപ്പോൾ സിസ്കോ ഓരോന്നിനും ഓരോരോ ചാപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഷോ വേർഷൻ പഠിച്ചു. പിന്നെ നിങ്ങൾ ഈ ഷോ IP ഇന്റർഫേസ് ബ്രീഫ്, ഇതാണ് നമ്മൾ അധികം എപ്പോഴും ഒരു ട്രബിൾ ഷൂട്ടിങ്ങിനൊക്കെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്. ഷോ IP ഇന്റർഫേസ് ബ്രീഫ് എന്നുള്ള കമാൻഡ് അടിച്ചാൽ നിങ്ങളുടെ റൂട്ടിനകത്ത് ഏതൊക്കെ ഇന്റർഫേസുകൾ ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു ബ്രീഫ് കിട്ടും. ബ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമ്മറി. ഓരോ ഇന്റർഫേസും അതിന്റെ IP അഡ്രസ് എത്രയാണ്, നമ്മൾ നേരത്തെ കൊടുത്തില്ലേ 1.1.1.1 എന്ന് പറഞ്ഞാൽ IP അഡ്രസ് കൊടുത്തു. അത് അപ്പാണോ ഡൗൺ ആണോ, ഇത് രണ്ടും ഡൗൺ ആയി കിടക്കുക. ഞാൻ കണക്ഷൻസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് ഡൗൺ ആയി കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോ IP ഇന്റർഫേസ് ബ്രീഫ് എന്നുള്ള കമാൻഡ്. അപ്പൊ നിങ്ങൾ കുറെ കമാൻഡ് കണ്ടിട്ട് പേടിക്കണ്ട. അപ്പൊ ഈ കമാൻഡുകൾ നിങ്ങൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരും പാക്കറ്റ് ട്രേസർ, നിങ്ങളടുത്ത് സ്വന്തം റൂട്ടർ ഉള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. കുറച്ച് ആൾക്കാർക്ക് സ്വന്തം റൂട്ടർ ഉണ്ട്, ഇനി കുറച്ച് ആൾക്കാരുടെ പാക്കറ്റ് ട്രേസർ ഉണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഇതിന്റെ കംപ്ലീറ്റ് കമാൻഡും നിങ്ങൾ അടിച്ചു നോക്കണം. നാളെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. നാളെ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് നൈറ്റിൽ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ കൊണ്ട് ഇത്രയും ചാപ്റ്ററിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് 1 by 1 ആയിട്ട് നിങ്ങൾ ലാബ് ചെയ്ത് നോക്കി തറോ ആയിട്ട് ഇത്രയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾ റിഫ്രഷ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, അതായത് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച ക്ലാസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഷോ IP ഇന്റർഫേസ് ബ്രീഫ് അടിച്ചു. പിന്നെ ഷോ ഇന്റർഫേസ്, ഓക്കെ പറഞ്ഞോളൂ സാറേ. ARP എന്ന് പറഞ്ഞ സംഗതി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ARP ഇതിനകത്ത് വരുന്നുണ്ട്, ഈ ചാപ്റ്ററിനകത്ത് ഉണ്ട്. ഷോ 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 എവിടെ കണ്ടോ, ഷോ IP ARP. ഈ കമാൻഡ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സാറേ, ഓക്കെ ഓക്കെ, അപ്പൊ ഷോ IP ഇന്റർഫേസ് ബ്രീഫ് പറഞ്ഞു. പിന്നെ ഷോ ഇന്റർഫേസ് കമാൻഡ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി ഷോ ഇന്റർഫേസ് എന്ന കമാൻഡ് അടിച്ചു വിചാരിക്കാം. അപ്പോൾ ഒരു ഇന്റർഫേസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓരോ ഇന്റർഫേസിന്റെയും കിട്ടും. അപ്പൊ നമുക്ക് ഒരു ഇന്റർഫേസിന്റെ വെച്ച് നമുക്ക് നോക്കാം. കണ്ടോ, ജിഗാബിറ്റ് 0/0 ഈസ് ഡൗൺ 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 ഡൗൺ. അത് ഡൗൺ ആണ്, അത് അപ്പാക്കണം. നമുക്ക് കണക്ഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം നോ ഷട്ട് ഡൗൺ കമാൻഡ് ഒക്കെ അടിച്ചിട്ട് അത് അപ്പാക്കണം. ഓക്കെ, പിന്നെ എല്ലാ എതർനെറ്റ് ഇന്റർഫേസ് ആണെങ്കിലും അതിന് എന്തുണ്ടാവും, മാക് അഡ്രസ് ഉണ്ടാവും. ഓക്കെ, മാക് അഡ്രസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ഓരോ നമുക്ക് ഓരോ എതർനെറ്റ് ഇന്റർഫേസിനും മാക് അഡ്രസ്സും ഉണ്ടാവും. നമ്മളൊരു IP അഡ്രസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ IP അഡ്രസ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. പക്ഷെ മാക് അഡ്രസ് എന്തായിരിക്കും, ആ ലൈൻ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇൻബിൽഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ BIA എന്ന് വിളിക്കുന്നത്. എന്താണ്, ബിൽട്ട് ഇൻ അഡ്രസ്. ഓക്കെ, അല്ലെങ്കിൽ എതർനെറ്റ് അഡ്രസ്.
ഓക്കെ. പിന്നെ ആ ഇന്റർഫേസിന്റെ MTU, ഓരോ ഇന്റർഫേസിനും MTU സൈസ് ഉണ്ടാവും. മാക്സിമം ട്രാൻസ്മിഷൻ യൂണിറ്റ് എന്ന് പറയും MTU. ഓക്കെ. MTU എന്ന് പറയുന്നത് മാക്സിമം ഒരു ഇന്റർഫേസിൽ കൂടെ പോകാൻ പറ്റുന്ന പാക്കറ്റിന്റെ സൈസിനെയാണ് MTU എന്ന് പറയുന്നത്. 1500 ബൈറ്റ്സ് ആണ്. 1500 ബൈറ്റ്സ് ആയിട്ടാണ് ഈ ഇന്റർഫേസിൽ കൂടെ ഡാറ്റയ്ക്ക് പോകാൻ പറ്റുക. അതിലും വലിയൊരു ഡാറ്റ അതിനകത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കേണ്ടി വരും. MTU. പിന്നെ ബാൻഡ് വിഡ്ത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ജിഗാബിറ്റ് ഇന്റർഫേസ് അല്ലേ, 1000 Mbps ആയിരിക്കും ഇത് ഉണ്ടാവുക. ഓക്കെ, 1000 Mbps. പിന്നെ ഡിലേ എന്ന് പറയുന്നത് എന്താ? ലാറ്റൻസി എന്ന് പറയും. ഓരോ ഇന്റർഫേസിനും ഒരു ലാറ്റൻസി ഉണ്ടാവും. 10 മൈക്രോ സെക്കൻഡ്സ് ആണ് ഇതിന്റെ ലാറ്റൻസി എന്ന് പറയുന്നത്. ഒരു ഇന്റർഫേസിൽ കൂടെ ഒരു ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ എത്ര ടൈം ഡ്യൂറേഷൻ എടുക്കും എന്നുള്ളതാണ് ഈ ലാറ്റൻസി എന്ന് പറയുന്നത്. പിന്നെ റിലയബിലിറ്റി വെച്ചാൽ ഈ ഇന്റർഫേസിന്റെ ടോട്ടലി റിലയബിൾ ആണ്. 255 ഇത്രയും റിലയബിൾ ആണെന്ന് വെച്ചാൽ ഒരു 100 പാക്കറ്റ് വെച്ച് 100 പാക്കറ്റും കറക്റ്റ് ആയിട്ട് ഇത് ഡെലിവർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എററൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക? റിലയബിലിറ്റി കുറയുക. ഈ റിലയബിലിറ്റി ഒക്കെ കുറവ് കണ്ടാൽ നിങ്ങൾ പെട്ടു. നിങ്ങളത് ട്രബിൾ ഷൂട്ട് ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇതൊക്കെ ടൈം ടു ടൈം മാറും. ഇതൊരു റിയൽ ഇപ്പൊ ഇതിനകത്ത് ലൈവിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഇതിനകത്ത് ലൈവിൽ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? നൗഫൽ ഇതിനകത്ത് കയറിയില്ല അല്ലെ? നൗഫൽ ഇല്ല. പിന്നെ നൗഫലിനെ കണ്ടില്ലല്ലോ ഇതിനകത്ത് ലൈവിൽ ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. റൂട്ടറും സ്വിച്ചും ഒക്കെ ആക്സസിൽ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഞാനുണ്ട്. ഓക്കെ, 2 പേരുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ നിങ്ങൾ ഡിവൈസിന്റെ പേരൊന്നും നിങ്ങൾ ഇത് ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾ ഈ നിങ്ങളുടെ ഡിവൈസിൽ പോയിട്ട് ഇങ്ങനത്തെ കമാൻഡ്സ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ അതിന്റെ ഔട്ട്പുട്ട് ഒന്ന് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ബാക്കിയുള്ളവർക്ക് ഇത് ഹെൽപ്പ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിനകത്തുള്ള ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ റൂട്ടറിന്റെ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. കാരണം അത് നിങ്ങളുടെ കമ്പനീന്റെ പേരോ അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ടേക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അടിച്ച് നോക്കുക ഈ റിലയബിലിറ്റി ഒക്കെ എത്രയാണ് കാണുന്നത് എന്നുള്ളത്. റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, വിശ്വാസ്യത. ഓക്കെ, 255/255 എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ അറിയോ? 1000 പാക്കറ്റ് ഞാൻ ഇതിനകത്ത് കൂടെ അയച്ചിട്ടുണ്ടെങ്കിൽ 1000 പാക്കറ്റും എറർ ഒന്നും ഇല്ലാണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നാണ്. നേരെ മറിച്ച് ഇവിടെ നമ്മളൊരു 100/255 ആണ് കാണുന്നത്, അല്ലെങ്കിൽ 200/255 ആണ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? കുറച്ച് എറർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ. പിന്നെ ലോഡ്, ട്രാൻസ്മിഷൻ ലോഡ് ആൻഡ് റിസീവിങ് ലോഡ്. ഓക്കെ, ഇതിപ്പോൾ ലൈവിലുള്ള റൂട്ടർ അല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം പാക്കറ്റ് ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഈ ലോഡ് കൂടും. ഓക്കെ, ചിലപ്പോൾ 100/255 ആവും, ചിലപ്പോൾ 10/255. എത്രമാത്രം പാക്കറ്റ് ട്രാൻസ്ഫറിങ് ഇതിനകത്ത് കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലോഡ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. പിന്നെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് കാണാം. പിന്നെ കീപ്പലൈസ് എന്ന് പറയുന്നത് ഓരോ 10 സെക്കൻഡ്സിലും ഡെമ്മി ഡാറ്റ ഇതിനകത്ത് കൂടെ അയച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ലിങ്ക് അപ്പ് ആണോ ഡൗൺ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ 10 സെക്കൻഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇന്റർഫേസിനകത്ത് കൂടെ നമ്മൾ ഡെമ്മി ഡാറ്റ അയക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ ആർപ്പ് ടൈപ്പ്, ARP അഡ്രസ്, ടൈപ്പ് ARPA ആണ്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ലാസ്റ്റ് ഇൻപുട്ട്, ഇതിനകത്ത് കൂടെ ഇന്റർഫേസ് ഒന്നും ഡാറ്റ പാക്കറ്റ്സ് ഒന്നും പോവാത്തത് കൊണ്ടാണോ? ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ലൈവ് ഡിവൈസ് നോക്കുക. ഓക്കെ, കണ്ടോ? 5 മിനിറ്റ്സ് ഇൻപുട്ട് റേറ്റ്, എത്ര ബിറ്റ്സ് സഞ്ചരിച്ചു എന്നുള്ളതാണ് ലാസ്റ്റ് 5 മിനിറ്റിൽ. ഔട്ട്പുട്ട് എത്ര അങ്ങോട്ട് പോയി, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നു, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. ഓക്കെ, 0 പാക്കറ്റ്സ് ആണ് ഇൻപുട്ട്. പക്ഷെ ലൈവ് ഡിവൈസിനകത്ത് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. എത്ര റൺസ് വന്നു, കൊളീഷൻ നടന്നാലാണ് റൺസ് വരിക. എത്ര ജൈൻസ് വന്നു, 1500-നേക്കാളും കൂടുതൽ വലിയ ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ ജൈൻസ് വരിക. എത്ര ത്രോട്ടിൽസ് വന്നു, എത്ര ഇൻപുട്ട് എറേഴ്സ് വന്നു, എത്ര CRC വന്നു. CRC സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ. പിന്നെ എത്ര ഇൻപുട്ട് ഡ്രിബിൾഡ് വന്നു, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ്. പക്ഷേ ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഹയർ ലെവലിൽ എത്തുമ്പോഴേ നമുക്ക് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഏകദേശം ഒന്ന് ഇതിന്റെ ഔട്ട്പുട്ട് ഒക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കാന്ന് മാത്രം. ഓക്കെ,
അപ്പൊ അതാണ് ഷോ ഇന്റർഫേസ് എന്ന് പറയുന്ന കമാൻഡ്. ഇപ്പൊ 2 കമാൻഡ് പഠിച്ചു. ഒന്ന് ഷോ IP ഇന്റർഫേസ് ബ്രീഫ് പഠിച്ചു, പിന്നെ ഒന്ന് ഷോ ഇന്റർഫേസ് എന്ന് പറയുന്ന കമാൻഡ് പഠിച്ചു. ഓക്കെ, പിന്നെ അടുത്ത കമാൻഡ് പിന്നെ ഷോ ക്ലോക്ക്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു നിങ്ങൾക്ക്. പിന്നെ ഷോ IP റൂട്ട്. റൂട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമാൻഡ്, നിങ്ങൾ ട്രബിൾ ഷൂട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കമാൻഡാണ് എന്ത്? ഷോ IP റൂട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റൂട്ടിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത് റൂട്ടിംഗ് ടേബിൾ ആണ്. ആ റൂട്ടിംഗ് ടേബിൾ കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ഓക്കെ, അപ്പൊ ഈ റൂട്ടറിനകത്ത് അത് ഉണ്ടാവില്ല, കാരണം വെച്ചാൽ റൂട്ടർ വേറെ ഡിവൈസുകളൊന്നും കണക്ട് ചെയ്തിട്ട് അപ്പാക്കിയിട്ടില്ല. അപ്പൊ ഈ കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് ലൈവില് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ ലാബുകൾ ചെയ്ത് നോക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. പിന്നെ ഷോ CDP നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസുമായിട്ട് വേറെ ഏതെങ്കിലും സിസ്കോ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഡിവൈസിൽ വന്നിട്ട് ഷോ CDP നൈബേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡിവൈസിനും കാണിച്ചു തരും. അത് ഏത് ഇന്റർഫേസിലാണ് ഉള്ളത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷോ CDP നൈബർ. അപ്പോൾ ഷോ CDP നൈബർ എന്ന് പറഞ്ഞ കമാൻഡൊക്കെ നമ്മൾ വേറെ തന്നെ ചാപ്റ്റർ ഉണ്ട്, മാനേജിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്ന സമയത്ത് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഷോ CDP നൈബർ. ഓക്കെ, പിന്നെ നേരത്തെ ഒരാൾ ചോദിച്ച ഡൗട്ട്. ഓക്കെ, ഷോ IP ARP എന്ന് പറയുന്ന കമാൻഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ്. ട്രബിൾ ഷൂട്ടിംഗ് ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡാണ്. എന്താണ്? ഷോ IP ARP. ഓക്കെ, ARP എന്ന് പറയുന്ന കമാൻഡ്, സോറി ARP എന്ന് പറയുന്ന പ്രോട്ടോകോള് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് ലാനിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോളാണ് ARP എന്ന് പറയുന്നത്. ഈ പ്രോട്ടോകോളിന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു IP അഡ്രസ് ഉണ്ടെങ്കിൽ ആ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MAC അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ആവശ്യം? ഈ പ്രോട്ടോകോളിന്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, സപ്പോസ് നമ്മളെ ഓക്കെ, ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തൊരു പാക്കറ്റ് ട്രേസർ വെച്ചിട്ട് ഞാൻ കാണിച്ചു, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. എന്തായിക്ക് നിനക്കത് വാട്സാപ്പ് ചോദിക്കണം. Yeah. ഇപ്പം നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഇപ്പം PC1 ഈ സെർവറിലേക്ക് നമ്മൾ പിങ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഈ PC എന്ന് ഒരു
ICMP പാക്കറ്റ് ഉണ്ടാവും. ഓക്കെ, ICMP പാക്കറ്റ് IP ഹെഡറിൽ കയറിയിട്ടാണ് ICMP പാക്കറ്റ് പോവുക. അപ്പൊ നമുക്കറിയാം IP ഹെഡറിനകത്ത് എന്താ ഉണ്ടാവുക? ഡെസ്റ്റിനേഷൻ IP-യും സോഴ്സ് IP-യും ആണ് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പിങ് ഉണ്ടാക്കുന്ന, ഒരു പിങ് നടിക്കുന്ന സമയത്ത് വന്നൊരു സംഭവമാണ്. ഓക്കെ, പിങ് ചെയ്ത സമയത്ത്. അപ്പൊ ഈ ഇതിനെ നമുക്ക് നമ്മളെ സമയത്തോളം ലെയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലെയേഴ്സ് പഠിക്കാനുണ്ട്, TCP/IP. അപ്പൊ ഈ TCP/IP-യിൽ അപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ, ഇങ്ങനെയാണ്. ഈ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ കേബിളും കാര്യങ്ങളും, ഈ പോകുന്ന കേബിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫിസിക്കൽ ലെയറിലാണ്. പിന്നെ ഡാറ്റ ലിങ്ക് ലെയറിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എതർനെറ്റ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ, MAC അഡ്രസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഡാറ്റ ലിങ്ക് ലെയറിലാണ്. അപ്പോൾ ഓരോ ലെയറിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ നന്നായി. ആരോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ഇനി എതർനെറ്റ്, അതാണ് ഡാറ്റ ലിങ്ക് ലെയർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡാറ്റ ലിങ്ക് ലെയറിൽ വരുന്ന സംഭവമാണ് എതർനെറ്റ്, അതിൽ വരുന്ന സംഭവമാണ് MAC അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന സംഭവമാണ് IP അഡ്രസ്. ഓക്കെ, IP അഡ്രസ്, ICMP-യും കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് ലെയറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിങ് ചെയ്യുന്ന സമയത്ത് ശരിക്കും നെറ്റ്വർക്ക് ലെയർ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഡാറ്റ പോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാം, താഴത്തെ ലെയറിലേക്ക് ആയിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഡെസ്റ്റിനേഷൻ IP, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പിങ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ IP ഇന്നലെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇന്നലെ നമ്മളെ ക്ലാസ്സിലായിരുന്നു ചെയ്തതിന്റെ ഓർമ്മയില്ല. 10.10. നമ്മൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ കമ്പ്യൂട്ടറിന്റെ IP, സപ്പോസ് സോഴ്സ് IP എന്ന് പറയുന്നത് 10.0.0.1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സെർവറിന്റെ IP എന്ന് പറയും, ഈ സെർവറിന്റെ IP എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ IP 10.100.100.100 ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്തു? ഈ കമ്പ്യൂട്ടർ എടുത്തു, എന്നിട്ട് ഈ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ പിങ് ചെയ്തു, കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു, നമ്മൾ പിങ് എന്നടിച്ചു, 10.100.100.100 അടിച്ചു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിന്റെ റിപ്ലൈ എന്ന് പറഞ്ഞു വന്നു അല്ലേ? അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത്? 4 ICMP പാക്കറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാള് ഈ സെർവറിലേക്ക് അയച്ചു. അതിന്റെ ഓരോന്നിന്റെയും റിപ്ലൈ നമുക്ക് തിരിച്ചു വന്നു. അതായത് ഒരു പാക്കറ്റ് ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത് ആ പാക്കറ്റ് ഇങ്ങനെ സഞ്ചരിച്ച് കൂടെ പാസ് ചെയ്ത് പോയിട്ട് ഈ സെർവറിലെത്തി, ICMP എക്കോ റിക്വസ്റ്റ്. റിപ്ലൈ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇതിവിടെ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു പിങ്ങിന്റെ റിപ്ലൈ നമുക്ക് കിട്ടുന്നു. ഒറ്റ സെക്കൻഡേ. ഓക്കെ, ഇങ്ങനെ 4 പാക്കറ്റുകൾ പോയത്. അപ്പൊ ഇവിടെ നമ്മൾ പിങ് ചെയ്ത സമയത്ത് ഈ IP പാക്കറ്റുകളാണ് പോയതെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ലെയറിന് തൊട്ടടുത്ത ലെയറിലേക്ക് ആയിട്ടാണ് ഡാറ്റ പോവുക. അപ്പൊ ഈ ലെയറിന് എന്ത് സംഭവിക്കണം എന്ന് പറയും? ഈ ഡാറ്റേന്റെ കൂടെ എതർനെറ്റിന്റെ ഹെഡർ അറ്റാച്ച് ചെയ്യണം ഇവിടെ. ഓക്കെ, ഈ എതർനെറ്റിന്റെ ഹെഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ഉണ്ടാവുക? MAC അഡ്രസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സും സോഴ്സ് MAC അഡ്രസ്സും, ഇങ്ങനെയാണ് ഡാറ്റ പോവുക. അപ്പൊ അതായത് എന്തൊരു ഡാറ്റ നിങ്ങൾ ഒരു LAN കേബിളിലൂടെ പോകുകയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഡാറ്റേനെ ആദ്യം IP-ന്റെ ഹെഡർ വെച്ചിട്ട് എൻകാപ്സുലേറ്റഡ് ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം എതർനെറ്റിന്റെ ഹെഡർ വെച്ചിട്ട് എൻകാപ്സുലേഷൻ ചെയ്തിട്ടുണ്ടാവും. എന്ത് ഡാറ്റയും ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ എതർനെറ്റിന്റെ ഹെഡറിനകത്ത് എന്തുണ്ടാവുക? ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് ആൻഡ് സോഴ്സ് MAC അഡ്രസ്. IP ഹെഡറിനകത്ത് എന്താ ഉണ്ടാവുക? ഡെസ്റ്റിനേഷൻ IP അഡ്രസ്, സോഴ്സ് IP അഡ്രസ്.
അപ്പൊ നിങ്ങൾ ഇവിടെ പിങ് ചെയ്ത സമയത്ത് ഡെസ്റ്റിനേഷൻ ഐ പി അഡ്രസ് എന്താന്നുള്ളത് നിങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ടാ പിങ് ചെയ്യേണ്ടത്? 10.100.100.100 നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഡെസ്റ്റിനേഷൻ ഐ പി എന്ന് പറയുന്നത് 10.100.100.100 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഈ കമ്പ്യൂട്ടറിന് മനസ്സിലാവണ്ടേ ഇപ്പുറത്തെ സെർവറിനകത്ത് ഈ പോകേണ്ട ആ കമ്പ്യൂട്ടറിന്റെ മാക് അഡ്രസ് എത്രയാണെന്ന്? ഈ സെർവറിന്റെ മാക് അഡ്രസ് എന്താണെന്ന് ഇയാൾക്ക് അറിയില്ലല്ലോ. പക്ഷെ അത് അറിയെങ്കിൽ മാത്രമേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ എതർനെറ്റ് ഹെഡറിനകത്ത് ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ്സിനകത്ത് ആ മാക് അഡ്രസ് എൻകാപ്സുലേറ്റ് ചെയ്ത് വിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അയാൾ ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഐ പി അഡ്രസ് അറിയാം. ഈ കമ്പ്യൂട്ടറിന്റെ ഐ പി അഡ്രസ് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ മാക് അഡ്രസ് എന്താണെന്ന് എനിക്ക് അറിയില്ല. അതിനു വേണ്ടി കമ്പ്യൂട്ടറിനകത്ത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു പ്രോട്ടോകോളാണ് എന്ത്? ARP. നമ്മൾ ഇയാളെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടറിന് അറിയാതെ. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ പാക്കറ്റ് വന്നു, ഇതിന്റെ ഡെസ്റ്റിനേഷൻ മാക്ക് വെച്ചിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഈ പാക്കറ്റിന് അവിടെ എന്ത് ചെയ്യും? ബഫർ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ഈ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഒരു ARP റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യും. ഈ കമ്പ്യൂട്ടർ ഒരു ARP പാക്കറ്റിനെ ജനറേറ്റ് ചെയ്യും. ഈ ARP പാക്കറ്റ് എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഐ നീഡ് മാക് അഡ്രസ് ഓഫ് ദിസ് IP അഡ്രസ് എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ വാട്ട് ഈസ് മാക് ഓഫ് 10.100.100 എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ് ARP റിക്വസ്റ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഈ ARP റിക്വസ്റ്റിനെ ഒരു ബ്രോഡ്കാസ്റ്റ് ആക്കിയിട്ടാണ് സെൻഡ് ചെയ്യുക. അതായത് ARP റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ആയിരിക്കും. അതായത് ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് എന്ന് പറയുന്ന ഫീൽഡ് കംപ്ലീറ്റ് എഫ് ആണെങ്കിൽ FFFF.FFFF.FFFF എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ് എന്നുണ്ടെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റ് ആണ്. സോഴ്സ് മാക് അഡ്രസ് എന്ന് പറഞ്ഞാൽ സ്വന്തം മാക് അഡ്രസ് തന്നെ ആയിരിക്കും ഉണ്ടാവും. എന്നിട്ട് ഈ ഡാറ്റേനെ ഈ ARP റിക്വസ്റ്റിനെ ഈ PC സെൻഡ് ചെയ്യും. അപ്പോൾ സ്വിച്ചിൽ എത്തിക്കഴിഞ്ഞാൽ സ്വിച്ച് നോക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് കംപ്ലീറ്റ് F കാണുമ്പോൾ സ്വിച്ച് അതിന് എന്ത് ചെയ്യുന്ന അറിയോ? എല്ലാ പോർട്ടിലേക്കും വന്ന പോർട്ടിലേക്ക് ഒഴികെ ബാക്കി എല്ലാ പോർട്ടിലേക്കും സെൻഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഈ ARP റിക്വസ്റ്റ് കിട്ടും. പക്ഷെ ആര് മാത്രമേ ഇതിന് റിപ്ലൈ ചെയ്യുള്ളൂ? ഈ IP-ന്റെ ഉടമസ്ഥൻ മാത്രമേ അതിന് റിപ്ലൈ അയക്കുള്ളൂ. അയാൾക്കറിയാം എൻ്റെ IP ആണല്ലോ, എൻ്റെ മാക്കാണല്ലോ ഇയാൾ ചോദിച്ചിരിക്കുന്നത്, എൻ്റെ IP-ന്റെ മാക്കാണല്ലോ ഇയാൾ ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ മാക് അഡ്രസ് എത്രയാന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും? ഇയാൾക്ക് ആ ഇൻഫർമേഷൻ അയച്ചു. അപ്പൊ ആ ഇൻഫർമേഷനാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ARP-A എന്ന് പറയുന്ന കമാൻഡ് കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണും. ഇതേ കമാൻഡ് ഇവിടെ റൂട്ടർ വരികയാണെങ്കിൽ റൂട്ടറിനും ഇതേമാതിരി എന്ത് ചെയ്യേണ്ടി? റൂട്ടറിനും പല പല കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കേണ്ടി വരില്ലേ ലാനിലൂടെ? അപ്പൊ റൂട്ടറിനും എന്ത് ചെയ്യേണ്ടി വരും? ഈ ARP റിസോൾവ് ചെയ്യേണ്ടി വരും. റൂട്ടറിനകത്തുള്ള ARP റെസൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് എന്ത്? ഷോ IP ARP എന്ന് പറയുന്ന കമാൻഡ്. അപ്പൊ ഇത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതൊന്നും കൂടെ നമുക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സംഭവം കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ചോദിച്ചത് തന്നെ. നമ്മളിവിടെ സിമുലേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് ഇടുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ ലാബ് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക. ഒരു സ്വിച്ച് എടുത്തിട്ട് കുറെ കമ്പ്യൂട്ടറുകൾ കൊടുക്കുക. കമ്പ്യൂട്ടറിനൊക്കെ സെയിം റേഞ്ച് ഓഫ് IP കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് ഷോ ഓൾ നൺ ഉണ്ടാവും, അത് കൊടുക്കുക. ഷോ ഓൾ നൺ കൊടുക്കുക. അതിനുശേഷം എഡിറ്റ് ഫിൽറ്റേഴ്സ് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ARP പഠിക്കണം, ICMP നമ്മൾ പിങ്ങാണല്ലോ ചെയ്ത് നോക്കുന്നത്. ഇത് രണ്ടും മാത്രം ടിക്ക് ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്തേക്കാം. എന്നിട്ട് ഈ PC എടുത്തു. നമ്മളിപ്പോൾ ഈ PC-യിൽ ഇപ്പോൾ ARP-A അടിച്ചു കൊടുക്കും. കേട്ടോ, ഇപ്പൊ ഈ IP-ന്റെ മാക്ക് ഇവിടെ റിസോൾവ്ഡ് ആണ്. ഓക്കെ, ഇനി റിസോൾവ് ആവാത്ത ഒരു ഇതടിക്കുക. പിങ് 10.200.200.200. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ പിങ് ചെയ്ത സമയത്ത് ഇവിടെ 2 പാക്കറ്റുകൾ ജനറേറ്റ് ചെയ്യുന്നത് കണ്ടോ? ഒരു റെഡ്, ഒരു ഗ്രീൻ. ഓക്കെ, ഞാൻ ഈ ഗ്രീൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ അത് നോക്കുക, അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ നോക്കുക. നിങ്ങളിവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കുക. സോഴ്സ് മാക് അഡ്രസ് എന്ന് പറയുന്നത്
എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ മാക് അഡ്രസ് ആയിരിക്കും. നിങ്ങൾ അതിനകത്ത് IP_conf/all അടിച്ചാൽ കാണാമല്ലോ നിങ്ങൾക്ക് മാക് അഡ്രസ് എത്രയാണെന്നുള്ളത്. ഡെസ്റ്റിനേഷൻ മാക് അഡ്രസ് നോക്കിയേ, FFF. ഇത് എന്ത് ഡാറ്റയാണെന്ന് നോക്കിയേ. ഇതെന്താണ്? ഒരു ARP ഡാറ്റയാണ്. കണ്ടോ കണ്ടോ ഇതെന്താണ്? ARPന്റെ ഉള്ളിലെ കണ്ടന്റ് എന്താണ്? ARPന്റെ IP ഡെസ്റ്റിനേഷൻ IP ARPക്ക് റിസോൾവ് ചെയ്യേണ്ട IP എത്രയാ? 10.200.200.200ന്റെ മാക്കാണ് ഇയാൾക്ക് വേണ്ടത്. ഓക്കെ, ഈ സംഭവം ഇനിയിപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കാണാമെന്ന് വിചാരിക്കും. ഇതിന്റെ കുറച്ചും കൂടെ ഹെഡർ ഡീറ്റെയിൽ, അതിന്റെ ലേയേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഔട്ട് ബൗണ്ട് PDU ഡീറ്റെയിൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ARPന്റെ കംപ്ലീറ്റ് ഹെഡർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഹാർഡ്വെയർ ടൈപ്പ് ഉണ്ടാവും, എതർനെറ്റ് ആണ്, പ്രോട്ടോകോൾ ടൈപ്പ് ഉണ്ടാവും, IP ആണ്. ഓക്കെ, സോഴ്സ് മാക് അഡ്രസ്, സോഴ്സ് IP അഡ്രസ്, ടാർജറ്റഡ് മാക് അഡ്രസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഫുള്ള് 0. ടാർജറ്റഡ് IP, ഈ IPന്റെ മാക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇനി ജസ്റ്റ് നിങ്ങളിവിടെ ഈ പ്ലേ ബട്ടന്റെ തൊട്ടടുത്തുള്ള ഇത് അടിക്കുക. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ആദ്യം തന്നെ ഈ ARP റിക്വസ്റ്റ് ആണ് പോവുക. കാരണം IP-നെ അയാൾക്ക് ഇപ്പൊ അയക്കാൻ പറ്റില്ല, കാരണം അതിനെ എൻകാപ്സുലേറ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ മാക് അഡ്രസ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് പ്ലേ അടിക്കാം. അപ്പോൾ നമ്മൾ ഈ ARP റിക്വസ്റ്റ് നേരെ സ്വിച്ചിൽ പോയി. സ്വിച്ചിൽ അത് FFF ആയതിനെ കൊണ്ട് സ്വിച്ച് എന്ത് ചെയ്യും? അതിനെ എല്ലാത്തിലേക്കും അയച്ചു അല്ലേ? ഫ്ലഡ് ചെയ്തു. ഇതിനെ നമ്മളെ ഫ്ലഡ് ചെയ്യാന്ന് പറയാം. വന്ന പോർട്ടിലേക്ക് ഒഴുകുക. വന്ന പോർട്ടിൽ കിട്ടിയോ? അത് ഇല്ല. വന്ന പോർട്ടിൽ കിട്ടിയിട്ടില്ല, വന്ന ഭാഗത്ത് അത് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാത്തിലേക്കും അയച്ചു. ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് സംഭവിക്കുകയാണ്? അത് ഇൻഡു മാർക്ക് അടിച്ച് സ്റ്റോപ്പ് ആയി പോയി. കാരണം അത് അവർ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. കാരണം അവരുടെ ആരുടെ IP അല്ല ചോദിച്ചിരിക്കുന്നത്, ഇയാൾ IP ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ മാക് അഡ്രസ് എത്രയാന്നുള്ളതിന്റെ റിപ്ലൈ നേരെ അങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ പ്ലേ ബട്ടന്റെ പുറത്തുള്ളത് അടിച്ചാൽ മതി. എന്ത് വേണ്ട, അതിന്റെ റിപ്ലൈ പോയി. ഇനി അതിന്റെ റിപ്ലൈ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഔട്ട് ബൗണ്ട് PDUവിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ മാക് അഡ്രസ്സിന്റെ IP എത്ര, അതിന്റെ മാക് എന്താന്നുള്ളത് അയാൾ ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അയാൾക്ക് ഇതിന്റെ മാക് അഡ്രസ് ഇത്രയാന്ന് പറഞ്ഞിട്ട് അയാൾ ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ സ്വിച്ചിൽ കിട്ടി. സ്വിച്ച് അത് കറക്റ്റ് പോർട്ടിലേക്ക് അയക്കുള്ളൂ. കാരണം വെച്ചാൽ അത് യൂണികാസ്റ്റ് ആയിട്ടാണ്. ARPന്റെ റിക്വസ്റ്റ് മാത്രമേ ബ്രോഡ്കാസ്റ്റ് ഉള്ളൂ. ARPന്റെ റിപ്ലൈ എന്ന് പറയുന്നത് യൂണികാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതവിടെ കിട്ടി. അവിടെ കിട്ടി. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ? IP പാക്കറ്റ് പോകുള്ളൂ. കണ്ടോ? അതിന്റെ ICMP പാക്കറ്റ്, അതിന്റെ റിപ്ലൈ നേരെ പോയി ഇവിടെ എത്തി. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഈ PC-യിൽ പോയി നോക്കുക വെച്ചാൽ ARP-I അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്കത് കംപ്ലീറ്റ് ഇത് സിമുലേഷൻ ഒഴിവാക്കി കളയാം. റിയൽ ടൈമിലേക്ക് കൊടുത്തു. നമ്മൾ കമ്പ്യൂട്ടറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ARP-I അടിച്ചു. അപ്പൊ കണ്ടോ, നമ്മൾ റിസോൾവ് ചെയ്ത് 2 IP-ന്റെയും മാക്. ഇനിയിപ്പോൾ ഓരോ പ്രാവശ്യവും ഇയാൾക്ക് പാക്കറ്റ് അയക്കാണ്ടാകുന്ന സമയത്ത് ഓരോ സമയത്തും ഇയാൾ ബ്രോഡ്കാസ്റ്റ് അയച്ചു നോക്കാൻ വെച്ചാൽ നെറ്റ്വർക്ക് കംപ്ലീറ്റ് കൺജസ്റ്റഡ് ആവൂലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കമ്പ്യൂട്ടറുകളും എന്ത് ചെയ്യും? ഓരോ IP-ന്റെയും കറസ്പോണ്ടിങ് മാക് അവര് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കും. അത് എവിടെയാണ് ഉണ്ടാവുക? ARP ടേബിളിലാണ് ഉണ്ടാവുക. ഒരു കമ്പ്യൂട്ടറിന്റെ ARP ടേബിൾ കാണാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് എന്ത്? ARP-A. ഇതേ കമാൻഡ് റൂട്ടറിൽ ARP-A എന്നല്ല അടിക്കുക. ഈ റൂട്ടറിൽ എന്താ അടിക്കുക? ഷോ IP ARP. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു ലാബിൽ നമ്മൾ റൂട്ടർ വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് റൂട്ടർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ലാബ് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ വേറെ ഒരു റൂട്ടർ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇടാം. അതിനകത്തേക്ക് ഒരു 1841 സംതിങ് റൂട്ടർ എടുത്തു. എന്നിട്ട് ഞാനൊരു കേബിൾ എടുത്തു, സ്ട്രേറ്റ് കേബിൾ എടുത്തു. റൂട്ടറിന്റെ ഒരു F0/0-യിൽ നിന്നും സ്വിച്ചിന്റെ ഒരു 7th പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. റൂട്ടർ എടുത്തു, CLI എടുത്തു. നോ എനേബിൾ ക്വാണ്ടിറ്റി ഇന്റർഫേസ് F0/0 IP അഡ്രസ്. നമ്മൾ ഒരു IP അഡ്രസ് കൊടുക്കുകയാണ്. 10.255.255.254.
ഇൻകംപ്ലീറ്റ് കമാൻഡ്. എന്തുകൊണ്ട്? മാസ്ക് കൊടുത്തില്ല. 255.0.0.0 നോ ഷട്ട് ഡൗൺ. ഓക്കെ, ഇപ്പൊ റൂട്ടർ ഇത് ഇവിടെ ഈ ഗ്രീൻ ആവണം. ഗ്രീൻ ആയെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ STP റൺ ചെയ്യണം. STP ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് സ്വിച്ചിങ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, സ്വിച്ച് റൂട്ടർ എടുത്തു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പിങ് ചെയ്ത് നോക്കാം. എൻ്റെ അടിച്ചു പിങ് 10.1.1.1. പിങ് പോകുന്നില്ല, കാരണം അവിടെ ഇപ്പോഴും ഇപ്പൊ ഗ്രീൻ ആയല്ലോ, പിങ് പോകണ്ടാണല്ലോ. IP 10.1.1.1 തന്നെയല്ലായിരുന്നു. സോറി, 10.0.0.1 ആകും. 0.0.1 IP-ലേക്ക്. ഓക്കെ, പിന്നെ 10.100.100. അത് സെർവറിന്റെ IP, അതേ പിങ് ചെയ്തു. ഇനി 10.200.200.200 പിങ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് പിങ് പോയി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഫസ്റ്റ് പിങ്ങിന്റെ കണ്ടോ ഡോട്ട വന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ARP റിസോൾവ് ആവാൻ എടുക്കുന്ന ടൈമാണ്. ഈ 2 സെക്കൻഡ്സ് ആണ് ടൈം ഔട്ട്. 2 സെക്കൻഡ്സിനേക്കാളും കൂടുതൽ ടൈം എടുത്തു ARP റിസോൾവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പിങ് ലോസ്റ്റ് ആയി പോകുന്നത്. ഇനിയിപ്പോൾ ഈ റൂട്ടറിൽ പോയിട്ട് ഷോ IP ARP എന്ന് പറഞ്ഞ കമാൻഡ് എടുത്ത് കണ്ടോ, നമ്മൾ അടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എല്ലാ IP-ൻ്റെയും കറസ്പോണ്ടിങ് മാക് അഡ്രസ്സ് നമുക്ക് കിട്ടി. ഇത് ഈ ഹൈഫൻ കാണിക്കുന്നത് ഇത് നമ്മൾ തന്നെ മാക് അഡ്രസ് ആണ് കേട്ടോ. ഇത് നമ്മളെ തന്നെ മാക് അഡ്രസ് ആണ്. ഇപ്പൊ ARP എന്ന് പറയുന്ന പ്രോട്ടോക്കോളിനെ പറ്റി മനസ്സിലായി. ARP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോക്കോൾ. നിങ്ങൾ ലാനിൽ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ARP-A-യും പിന്നെ അതേമാതിരി ഷോ IP ARP കമാൻഡ് ഒക്കെ ചില സന്ദർഭങ്ങളിൽ അടിച്ചു നോക്കിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ IP കോൺഫ്ലിക്റ്റ് ഒക്കെ വരാൻ വിചാരിക്കാം. മൾട്ടിപ്പിൾ ഡിവൈസിന് സെയിം റേഞ്ച് ഓഫ് IP സെയിം റേഞ്ച് അല്ല, സെയിം IP ഒക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് മാക് ഒക്കെ നോക്കിയിട്ടേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് കറക്റ്റ് ഇയാൾക്ക് തന്നെയാണോ ഇയാളിലേക്ക് തന്നെയാണോ കമ്മ്യൂണിക്കേറ്റ് ആവുന്നതെന്നൊക്കെ. അല്ലെങ്കിൽ IP സ്പൂഫിംഗ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇപ്പൊ ക്ലിയർ ആയോ? ആരെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്? ഇപ്പൊ ARP ഓക്കെ ആയോ? ഓക്കെ ഓക്കെ. സാറേ ഹലോ ചോദിച്ചോളൂ. സാർ, ഈ ARP ഒരു ലൈവ് എൻവയോൺമെന്റിൽ എങ്ങനെ വർക്ക് ചെയ്യണം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ക്ലിയർ ആയില്ല. അതുകൊണ്ട് എന്ത് എൻവയോൺമെന്റില്? ലൈവ് എൻവയോൺമെന്റില് ഇത് ARP എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഒന്ന് ജസ്റ്റ്. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് സംഭവം. അതായത് നമുക്ക് ഇപ്പൊ നിങ്ങളൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ ARP പ്രോട്ടോകോൾ ഇല്ലാതെ ഒരു ഡാറ്റേനെ നിങ്ങൾക്ക് അയക്കാൻ പറ്റൂല. അതായത് നിങ്ങൾക്ക് എന്ത് ഡാറ്റ അയക്കുകയാണെങ്കിലും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിപ്പോ ഇതിനകത്ത് ഞാൻ വയർ ഷാർക്ക് എടുക്കാൻ പോകും. ഞാൻ വയർ ഷാർക്ക് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമ്മൾക്ക് നേരെ വയർ ഷാർക്ക് ഉണ്ടോ നോക്കാം. വയർ ഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? വയർ ഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ റിമൈലേറ്റർ കൊടുത്തു. എൻ്റെ ലോക്കൽ വൈഫൈ ആണ് ഇപ്പൊ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ വൈഫൈ ഞാൻ ഇത് ചെയ്തു. ഒരുപാട് ഡാറ്റ പോകും. നമ്മളെ ഈ കംപ്ലീറ്റ് UDP ആ പോകുന്നത് കണ്ടോ. ഇത് മൊത്തം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ കേൾക്കുകയാണ് ഇതൊക്കെ. ഓക്കെ, UDP പാക്കറ്റുകളായിട്ട്. ഇനിയിപ്പോ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇതൊരു LAN ആണല്ലോ. വയർലെസ് ആണെങ്കിൽ പോലും LAN ആണ്. ജസ്റ്റ് ഞാനിത് സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ഇത് പോകുന്ന ഏതോ ഒരു UDP ഞാൻ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്ത് ഡാറ്റ തന്നെ ഒരു നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുകയാണെങ്കിലും ഹെഡറുകൾ എന്ന് പറയുന്ന സംഭവം അതിനകത്ത് ഉണ്ടാവും. ഹെഡേഴ്സ്. ഓക്കെ, അത് നമ്മൾ എവിടെയാണ് പഠിക്കാൻ പോകുന്നത്? ഏത് ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുക? ലേയേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കും. എന്താണ്? TCP/IP-യും OSI-യും. ഓക്കെ, ഒരു അഡ്വാൻസ് ലെവലിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ടെക്നിക്കൽ ലെവലിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ
ഒരു L1 എഞ്ചിനീയർ മാത്രമായിട്ട് നിൽക്കാതെ L2 L3 ലെവലിലേക്കൊക്കെ പോകണം എന്നുള്ള ആൾക്കാർ ലെയർ എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഹയർ ലെവലിലേക്ക് പോകാനും പറ്റും. അവർക്ക് പെട്ടെന്ന് ട്രബിൾ ഷൂട്ടിങ് ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഹയർ റേഞ്ചിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് വയർ ഷാർക്ക് ഇട്ടിട്ടാണ് ചിലപ്പോൾ എന്ത് ചെയ്യാന്നറിയോ ഈ പ്രോബ്ലംസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. വലിയ എന്തെങ്കിലും ട്രബിൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ L1 ആൾക്കാർ L2 ആൾക്കാർ ഒന്നും നോക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ അവർ L3 ആൾക്കാരൊക്കെ വന്നുകൊണ്ട് വയർ ഷാർക്ക് ഒക്കെ ഇട്ട് ക്യാപ്ചർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു ഡാറ്റ അത് കണ്ടോ, ഇത് UDPന്റെ ഒരു ഡാറ്റയാണ്. കണ്ടോ, ഇതൊരു ഡാറ്റ, ഒരു വാല്യൂ. ഓക്കെ, ഈ സംഭവത്തിനെ ഈ ഡാറ്റനെ എൻകാപ്സുലേറ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? UDP വെച്ചിട്ടാണ്. UDP വെച്ചിട്ടാണ് ഇതിനെ എൻകാപ്സുലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ UDPനെ എൻകാപ്സുലേറ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? IP വെച്ചിട്ടാണ്. IP-നെ എതർനെറ്റ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് നിങ്ങളെ അത് ലെയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്തൊരു ഡാറ്റയാണോ നിങ്ങൾക്ക് അയക്കേണ്ടത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഒരു ബ്രൗസ് ചെയ്യാണ്, നമ്മളിപ്പോൾ ഗൂഗിളിലേക്ക് ബ്രൗസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അത് ബ്രൗസിങ്ങിന്റെ ഒരു HTTP റിക്വസ്റ്റ് ആയിരിക്കും ഇത്. ഓക്കെ, ബ്രൗസിങ്ങിന്റെ ഒരു HTTP റിക്വസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റേനെ ആദ്യം തന്നെ അപ്ലിക്കേഷൻ ലെയറിന്റെ ഹെഡർ വെച്ചിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ ലെയർ ഹെഡർ വെച്ചിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യും. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? HTTP ആണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? HTTPന്റെ ഹെഡർ ആയിരിക്കും ഇത്. ഈ HTTPന്റെ ഹെഡറിലാണ് ഉണ്ടാവുക. ഇത് HTTP റിക്വസ്റ്റ് ആണോ, HTTP റിപ്ലൈ ആണോ, അതിന്റെ കോഡ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. ഈ HTTP ഹെഡർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് സോഫ്റ്റ്വെയർ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ്, ഇതിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഇതിനെപ്പറ്റി നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ HTTPനെ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുക എന്താണെന്നറിയോ? TCPന്റെ ഹെഡർ വെച്ചിട്ട്. TCP അല്ലെങ്കിൽ UDP. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരും. ഇതിന്റെ ഒരു ജസ്റ്റ് ബ്രീഫ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ TCP ഹെഡറിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് പോർട്ട് നമ്പേഴ്സ് ആണ്. ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ ആൻഡ് സോഴ്സ് പോർട്ട് നമ്പർ. ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ എന്തായിരിക്കും? 80. HTTP സെർവറിനല്ല ഇത് കിട്ടേണ്ടത്. HTTP സെർവർ വർക്ക് ചെയ്യുന്നത് എന്ത് പോർട്ടിലാണ്? 80 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലാണ്. സോഴ്സ് പോർട്ട് നമ്പർ എന്ന് പറയുന്നത് റാൻഡം നമ്പർ ആയിരിക്കും. സപ്പോസ് 1245-നെക്കാട്ടും 1025-നെക്കാട്ടും എബോവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവും അത്. ഓക്കെ, സപ്പോസ് നമുക്ക് വിചാരിക്കും ഒരു 3000 ആണ് ഇത് എന്ന് വിചാരിച്ചു, സംതിങ് ഒരു സോഴ്സ് പോർട്ട് നമ്പർ ഉണ്ട്. അപ്പൊ ഇത് TCPന്റെ ഹെഡറിലാണ് ഈ ഇൻഫർമേഷൻ ഉണ്ടാവും. TCPന്റെ ഹെഡറിൽ ഈ ഇൻഫർമേഷൻ മാത്രമല്ല വേറെ കുറെ ഇൻഫർമേഷൻ ഉണ്ട്. മെയിൻ ഇൻഫർമേഷൻ മാത്രമേ ഞാൻ പറഞ്ഞു. ഇനി ഇതിനെ എൻകാപ്സുലേറ്റ് എന്ത് വെച്ചിട്ടാണ്? IP ഹെഡർ വെച്ചിട്ടാണ്. ഈ IP ഹെഡറിനകത്തുള്ള മെയിൻ ഇൻഫർമേഷൻ എന്താണ്? ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും സോഴ്സ് IP അഡ്രസ്സും. ഇനി ഇത് ലാനിൽ കൂടെ പോകണം. അപ്പൊ അതിനെ എൻകാപ്സുലേറ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? എതർനെറ്റിന്റെ ഹെഡർ വെച്ചിട്ടാണ്. ഈ എതർനെറ്റ് ഹെഡർ വെച്ചിട്ടാണ്. ഈ എതർനെറ്റ് ഹെഡറിനകത്ത് എന്തുണ്ടാവുക? ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സും സോഴ്സ് MAC അഡ്രസ്സും. നിങ്ങൾ ലാൻ യൂസ് ചെയ്യുന്ന എന്ത് തന്നെ എൻവയോൺമെന്റ് ആണെങ്കിലും ഒരു ഡാറ്റ പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. എതർനെറ്റ് ഹെഡർ ഉണ്ടാവും അതിനകത്ത്. അതിൻ്റെ ഉള്ളിലായിട്ട് IP ഹെഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലായിട്ട് TCPന്റെ ഹെഡറോ അല്ലെങ്കിൽ UDPന്റെ ഹെഡറോ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ അതിന്റെ ആപ്ലിക്കേഷൻ ലെയറിന്റെ ഹെഡർ ഉണ്ടാവും. അതിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവുക? ഡാറ്റ ഉണ്ടാവും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും HTTP ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബ്രൗസിങ്ങിന്റെ ഡാറ്റ ഒന്നും പോയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് HTTP ഇല്ലാത്തത്. HTTP ഇവിടെ ഉണ്ട്. ഇല്ല, HTTP ഇല്ല. ഓക്കെ, ഇപ്പൊ TCP ഉണ്ട്, UDP ഉണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ലെയറിലൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇത് ഇതിനകത്ത് വരും. TCP ഇത് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിയുടെ ഹെഡറാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. നമുക്കിതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തു, ഫിറ്റ് വിത്തൗട്ട് സേവിങ് കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഇവിടുന്ന് വയർ ഷാർക്ക് എടുക്കണം. വയർ ഷാർക്ക് എടുത്തു.
ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇതിനകത്ത് പോയിട്ട് ഇൻഫോ ക്യാമ്പസിലേക്ക് ഞാൻ ബ്രൗസ് ചെയ്തു. അപ്പോൾ ഈ വെബ് പേജ് എനിക്ക് ഇവിടെ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കൂടെ നടന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാൻ പറ്റും. TCP UDP മാത്രമേ കാണുന്നുള്ളൂ. TCP ഉണ്ടോ, HTTP ഉണ്ടോ നോക്കിയേ. HTTP ജസ്റ്റ് നോക്കാട്ടോ. ജസ്റ്റ് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ HTTP മാത്രം ഒന്ന് HTTP ആണോ HTTPS ആണോ HTTP വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്ലോസ് ചെയ്താൽ തോന്നുന്നു. നമുക്കൊന്നും കൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് നോക്കാം. HTTP കാണിക്കുന്നില്ലല്ലോ.
ഓക്കെ, HTTP കാണിക്കില്ല. ഞാൻ നാളത്തേക്ക് ഞാൻ നോക്കിയിട്ട് സ്ട്രീം ഇത് ചെയ്തിട്ട് കണക്ട് ചെയ്ത്. ഇപ്പോൾ UDPന്റെ ഇത്രയും ഡാറ്റാസ് പോകുന്നതുകൊണ്ട് ഉള്ളിൽ കൂടെ നമുക്ക് കാണാനായിട്ടാണോ എന്ന് അറിയില്ല. ഫിൽറ്ററിൽ വെച്ച് കൊടുത്തിട്ടും കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ എന്തായാലും നാളത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത്രയും ഹെഡർ ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ക്വിക്ക് IETF എന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ ലെയർ ഹെഡർ ആണ്. ഓക്കെ, അതിനെ UDP വെച്ച് എൻകാപ്സുലേറ്റ് ചെയ്തു, അതിനെ IP ഹെഡർ വെച്ച് എൻകാപ്സുലേറ്റ് ചെയ്തു, അതിനെ എതർനെറ്റ് ഹെഡർ വെച്ചിട്ട് എൻകാപ്സുലേറ്റ് ചെയ്തു. അപ്പോൾ എതർനെറ്റിൽ എവിടെ നിങ്ങൾ വരികയാണെങ്കിലും ഒരു സ്വിച്ചിലൂടെ ഡാറ്റ, അപ്പോൾ സ്വിച്ച് എന്താ ശരിക്കും ചെയ്യുന്നത്, ഈ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് നോക്കി ഇങ്ങനെ കറക്റ്റ് പോർട്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ ശരിക്കും സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു ഇതാണെങ്കിലും ഇപ്പോൾ വയർലെസ് ആണെങ്കിൽ പോലും അവിടെ എന്ത് വരും, എതർനെറ്റിന്റെ ഹെഡർ വരും ലൈവ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ലൈവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ നിങ്ങളുടെ റൂട്ടറിൽ പോയിട്ട് ഷോ IP ARP കമാൻഡ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളെ ലാനിൽ ആ റൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സകല ഡിവൈസിന്റെയും IP അഡ്രസ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള MAC അഡ്രസ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് CMD എടുത്തു, ഞാനിതിനകത്ത് ഞാൻ ARP-A അടിച്ചു നോക്കി. ഇത് നമ്മുടെ എൻ്റെ തന്നെ ഡിവൈസ് ആണല്ലോ. അപ്പൊ എൻ്റെ ഡിവൈസിൽ 192.168.0.1 എന്ന് പറയുന്നത് നമ്മളുടെ ഗേറ്റ് വേ ആണ് കേട്ടോ. അതിന്റെ MAC അഡ്രസ് വന്നു. കാരണം ഇയാൾക്ക് ആ കമ്പ്യൂട്ടറിനകത്തേക്ക്, ഈ ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് എന്തെങ്കിലും ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എതർനെറ്റ് ഹെഡർ വെച്ചിട്ടേ അയാൾക്ക് എതർനെറ്റ് പോർട്ട് കൂടെ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അയാളുടെ MAC അഡ്രസ് അയാൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി ARP വേണം. ഓക്കെ, 100.101 എന്ന് പറഞ്ഞൊരു IP, അതിന്റെ MAC അഡ്രസ്. അങ്ങനെ വേറെ ഏതൊക്കെ ഡിവൈസുകൾ ഉണ്ടോ അതിന്റെ, വേറെ ഡിവൈസുകളൊന്നും ഈ ലാനിൽ ഇല്ല. അതുകൊണ്ടായിരിക്കും, ഇതിപ്പോ നമ്മളെ ഹോം ലാൻ ആണല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രേ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, ഇതിന്റെ ARP-ന്റെ ഐഡിയ. ബാക്കിയുള്ള കമാൻഡ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ബാക്കിയുള്ള ഡൗട്ട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ക്ലിയർ ഔട്ട് ചെയ്ത് തരാം. ഓക്കെ.